മടിയിലുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റും നിങ്ങൾ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റുന്ന ഭാര്യമാരുള്ളപ്പോൾ എവിടെയാണ് രാമായണത്തിൻ്റെ പ്രസക്തി? ഇവിടെയാണ്. കാട്ടിൽ ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങുന്ന രാമൻ ഭർത്താവിന് വേദനിക്കും എന്ന് വിചാരിച്ചിട്ട് കാല് ഇളക്കാതെ മടി ഇളക്കാതെ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ ഉറങ്ങാതെ ഇരിക്കുന്ന സീത. ആ ചിത്രം നിങ്ങളൊന്ന് കാണണം. ഇത് സംഭവിക്കുന്നത് കാട്ടിലാണ്, കൊടുങ്കാട്ടിൽ. എങ്ങനെ രാമന് ഉറങ്ങാൻ കഴിയുന്നു? വല്ല വന്യമൃഗങ്ങൾ വന്ന് തൻ്റെ ഭാര്യ ഉണർന്നിരിക്കുകയാണ്. വല്ല വന്യമൃഗങ്ങൾ വന്ന് ഭാര്യയെ പിടിച്ചെന്താവും സ്ഥിതി? ലക്ഷ്മണനുണ്ട്, കാര്യമൊക്കെ ശരി, എന്നാലും ശരി, എങ്ങനെ മനസ്സ് വിട്ട് ഉറങ്ങും കാട്ടിൽ? എന്നിട്ട് രാമൻ ഉറങ്ങി. കാരണം എന്താ? സീതയെ അത്ര വിശ്വാസമാണ് രാമന്. ഭാര്യയിൽ വിശ്വാസമുള്ള, സ്നേഹമുള്ള ഒരു ഭർത്താവിന് ഉറങ്ങാൻ കഴിയും. രാമായണം കാണിച്ചു തരുന്നത് അതാണ്. ഭർത്താവിൽ വിശ്വാസമുള്ള, സ്നേഹമുള്ള ഒരു ഭാര്യ ഭർത്താവ് ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഉണർന്നിരിക്കും. അതാണ് പരസ്പര പൂരകമാണ് രണ്ടുപേരും. അതുകൊണ്ടാണ് ഉമാ മഹേശ്വരന്മാരെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് വാഗ്വർത്ത ഇവ സംപൃക്തവും വാഗ്വർത്ത പ്രതിപത്തയെ ജഗതപിതരവും വന്ദേ പാർവതി പരമേശ്വരവും. ആരാ ജഗൽപിതാക്കൾ? ശിവനും പാർവതിയും. ഇത് പറഞ്ഞത് ആരാ? ഈ ശ്ലോകം ചൊല്ലിയത് ആരാ? കാളിദാസ്. ക്ലാസിക് കവിയാണ് കാളിദാസ്. എന്താ അദ്ദേഹത്തിൻ്റെ ഈ വരിയുടെ അർത്ഥം? വാക്കും അർത്ഥവും കൂടി ചേർന്നതുപോലെ ഭാര്യയും ഭർത്താവും കൂടി ചേരണം എന്നാണ്. വാക്കിൽ നിന്ന് അർത്ഥത്തെയോ അർത്ഥത്തിൽ നിന്ന് വാക്കിനെയോ വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെ കൂടിച്ചേർന്നവരാണ് പാർവതി പരമേശ്വരന്മാർ. അവരെ ഞാൻ വന്ദിക്കുന്നു. ഇന്നത്തെ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഒന്ന് പറയും, ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അത് അംഗീകരിച്ചോളണമെന്നൊന്നുമില്ല. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ഒരു അംഗീകാരമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പൊരുത്തം. അതുകൊണ്ട് വിവാഹത്തിൽ പൊരുത്തം നോക്കുമ്പോൾ യശശരീരനായ ബാഹുലേയൻ അദ്ദേഹം എന്നോട് പറയുണ്ടായി ഒരിക്കൽ. എൻ്റെ മകളുടെ ജാതകം നോക്കിയപ്പോൾ അദ്ദേഹം ഇല്ല, ജീവിച്ചിരിപ്പില്ല, പാവം. അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഷേ, ഈ പൊരുത്തം എന്നുള്ളത് ഗൃഹപ്പൊരുത്തമുണ്ട്, അല്ലെങ്കിൽ മദ്യമരിച്ചു, ഇതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പൊരുത്തം മനപ്പൊരുത്തമാണ്. കുട്ടിക്ക് അവനെ ഇഷ്ടമായോ, അവന് ഇവളെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അതാണ് ഏറ്റവും വലിയ പൊരുത്തം, മനപ്പൊരുത്തമാണ്. ജാതകം നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ പൊരുത്തം എന്ന് പറഞ്ഞാൽ മനപ്പൊരുത്തം. ഈ മനപ്പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. മനപ്പൊരുത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? ഏതായാലും ശൂർപ്പണഖ ഖരനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പിന്നെ ഖരൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്? ഒരു പടയോടുകൂടി വരികയാണ്. ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു, വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു, ധീരതയോട് യുദ്ധം ചെയ്വതിനൊഴറ്റോടെ. ത്രിശിരസ്, ഇതൊക്കെ സഹോദരന്മാരാണ്. ഖരൻ്റെ പടയിലുള്ള ത്രിശിരസ് അനുജനാണ്. ത്രിശിരസ് ഖരൻ്റെ. ഇപ്പോൾ ത്രിശിരസ്, പിന്നെ വേറെ ഒരാളുടെ പേര് ഇപ്പോൾ പറഞ്ഞു, ദൂഷണൻ. വേറെ 3 പേരും, ദൂഷണൻ, ഖരൻ, ത്രിശിരസ്. എന്നിട്ടോ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൾ, ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിന് വരുന്ന രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ. ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം, മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. രാക്ഷസന്മാർ വരുന്നുണ്ട് ലക്ഷ്മണ, അതുകൊണ്ട് നീയൊരു കാര്യം ചെയ്യണം,
ധർമ്മപത്നിയായ സീതയെ ഒരു ഗുഹയിൽ ഒളിപ്പിക്കണം. ഗുഹയിലാക്കിക്കൊണ്ട് അവളെ രക്ഷിക്കണം എന്ന് ലക്ഷ്മണനോട് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അതേമാതിരി സീതയെ ഒരു ഗുഹയിലാക്കി ലക്ഷ്മണൻ കാവൽ നിന്നു. പുറത്ത് അതിഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. ഖരനും ത്രിശിരസ്സും ദൂഷണനും ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അവർ മരങ്ങളും കല്ലുകളും ഒക്കെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. പ്രാകൃതമായ യുദ്ധമാണ്, രാക്ഷസന്മാരുടെ യുദ്ധം. അമ്പും വില്ലും എടുത്തിട്ടൊന്നല്ല അവർ യുദ്ധം ചെയ്യുക. അവർ കിട്ടിയത് എന്തേ കിട്ടിയത്? വല്ലഭന് പുല്ലും ആയുധം എന്നൊക്കെ പറയുന്നത് പോലെ എന്താണ് കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് ഓങ്ങി അടിക്കും. അങ്ങനെ പാറക്കല്ലുകളും മരങ്ങളും എന്ന് വേണ്ട, എന്തൊക്കെയാണോ കയ്യിൽ കിട്ടിയത് അതുമായിട്ട് യുദ്ധം ചെയ്തു എന്നാണ്. ആ സമയത്ത് രാഘവൻ ഖരനും ത്രിശിരസും ഒക്കെ പ്രയോഗിച്ച ആയുധങ്ങളൊക്കെ തൻ്റെ ബാണങ്ങളെ കൊണ്ട് തവിട് പൊടിയാക്കി. കാരണം അത് അതിഗംഭീര രാമായണത്തിൽ രാമരാവണ യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള യുദ്ധം ഖരനും രാമനും തമ്മിലുള്ള യുദ്ധമാണ്. ഏറ്റവും പ്രധാന യുദ്ധം രാമരാവണ യുദ്ധകാണ്ഡത്തിൽ. പക്ഷെ അതിനു മുമ്പ് ഈ ആരണ്യകാണ്ഡത്തിലുമുണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു യുദ്ധം. അതാണ് രാമ-ഖര യുദ്ധം. അതിഭയാനകമാണ്. ആ സമയത്ത് ഇത് കാണാൻ വേണ്ടി താപസന്മാർ, ഋഷിമാർ, ദേവന്മാർ, ഗന്ധർവന്മാർ അവരൊക്കെ അവിടെ എത്തിയെന്നാണ്. ആകാശത്തിൽ അവരൊക്കെ രാമനെ സ്തുതിക്കാൻ തുടങ്ങി. രാമ, എങ്ങനെയെങ്കിലും ഈ ദുഷ്ടന്മാരെ ഒന്ന് നിഗ്രഹിക്കൂ, ഈ ലോകത്ത് ധർമ്മം സ്ഥാപിക്കൂ എന്ന് പറഞ്ഞ് അവർ രാമനെ സ്തുതിച്ചു. ആ സമയത്ത് അഗസ്ത്യ മഹർഷി കൊടുത്തിട്ടുള്ള ബ്രഹ്മാസ്ത്രം കയ്യിലുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ. അദ്ദേഹം അതെടുത്തു. അത് വൈഷ്ണവചാപമാണ്. ആ വൈഷ്ണവചാപം കയ്യിലെടുത്ത് ഭഗവാൻ ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ജാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു ദുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തേടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാൻ ആശു ഖരൻ തെറ്റെന്ന് പൊടിച്ചു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായെടുത്താൻ ആശുകരൻ ഭിന്നമാക്കിനാൻ വിശികങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്ന സ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാം ആഗ്നേയാസ്ത്രമെയ്ത ദുരഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമെയ്ത് ഐന്ദ്രാസ്ത്രം കൊണ്ടുവന്നവൻ തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ നൈരുതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരണം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു ഗൗഹികമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരവസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാമൈഷീകാസ്ത്രമെയ്ത ദുരഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമനമ്പു തന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോട് അടുത്തിയിടും നേരം. അത് ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചാൽ വരണാസ്ത്രം കൊണ്ട് തടുക്കും. വായവ്യാസ്ത്രം പ്രയോഗിച്ചാൽ പർവ്വതാസ്ത്രം കൊണ്ട് തടുക്കും. ഇങ്ങനെ ഓരോ അസ്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിനെയൊക്കെ ഭഗവാൻ തടുത്തു. ഭഗവാൻ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളൊക്കെ ഖരനും തടുത്തു. ഈ അസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം, ചെറിയൊരു അമ്പും വില്ലും എടുത്ത് പ്രയോഗിക്കലല്ല. ഇന്ന് അതിന് തുല്യമാണ്
ഇന്നത്തെ യുദ്ധത്തിൽ അതിന് തുല്യമാണ് മിസൈൽ. നമ്മൾ യുദ്ധം ഒക്കെ യുദ്ധവാർത്തയൊക്കെ വായിക്കുമ്പോൾ വായിച്ചിട്ടില്ല, ഇറാൻ ക്രൂയിസ് മിസൈൽ തൊടുത്തു വിട്ടു, കുവൈറ്റ് മിസൈൽ നിഷ്പ്രഭമാക്കി. കുവൈറ്റ് അതൊക്കെ തടുത്തു. ആകാശത്തിൽ വെച്ച് തന്നെ മിസൈലൊക്കെ താഴേക്ക് പതിച്ചു, കുവൈറ്റിൽ ചെന്ന് ചാടിയില്ല. അമേരിക്കയുടെ ഷിപ്പിന് നേരെ മിസൈൽ പ്രയോഗിച്ചു ഇറാൻ. അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ ആ മിസൈലുകളെ തടുത്തു. ജോർദാന് നേരെ മിസൈൽ പ്രയോഗിച്ചു, സൗദിക്ക് നേരെ മിസൈൽ പ്രയോഗിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മിസൈലിന് സമാനമാണ് അന്നത്തെ അസ്ത്രം എന്ന് മനസ്സിൽ ഒന്ന് ഭാവന ചെയ്ത് നോക്കുക. അപ്പോൾ ഖരൻ മിസൈലാണ് പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ആ വാക്കിവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ശരം എന്ന് മാത്രമേ ഉള്ളൂ. ഈ മിസൈലിൻ്റെ ഒരാകൃതിയുണ്ട്, അതൊരു ഏരോൻ്റെ ആകൃതിയാണ്, ഒരു ശരത്തിൻ്റെ ആകൃതി തന്നെയാണ് അതിന്. അങ്ങനെ കുറേ നേരം യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ ഭഗവാൻ തൻ്റെ വൈഷ്ണവാസ്ത്രം എടുത്താണ് പ്രയോഗിച്ചു. അത് നേരാണ് ചെന്നു ഖരൻ്റെ തേരാളിയെ കൊന്നു. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഖരൻ തേരിലാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രന് തേരില്ല, നിലത്ത് നിന്നിട്ടാണ്. വെറും നിലത്ത് നിന്ന് കാട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് പോരാടുന്നത്. ഈ 14,000 ആളുകളുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഒറ്റയ്ക്കാണ്. അവസാനം ഭഗവാൻ അഗസ്ത്യ മഹർഷി കൊടുത്ത അസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ച സമയത്ത് ഖരൻ്റെ തലയറുത്തു. ഖരൻ്റെ തലയറുത്ത് തല വന്ന് വീണത് എവിടെയെന്നറിയോ? അതാ രസം. ആ തല പോയി തെറിച്ച് പോയി വീണത് ലങ്കാനഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു കൊട്ടാരമുണ്ട്, അതിൻ്റെ മുമ്പിൽ ചെന്നിട്ടാണ് വീണത്. എന്നിട്ട് ആ ബാണം കറങ്ങി 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 വന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആവനാഴിയിൽ വന്ന് ഇരുന്നു. അതാണ് രാമബാണത്തിൻ്റെ പ്രത്യേകത. ബാണം തൊടുത്തുവിട്ടാൽ അത് ശത്രുവിനെ കൊന്ന് തിരിച്ചു വരും. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും ഈ തരത്തിലുള്ളൊരു ആയുധമില്ല, ആർക്കുമില്ല. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കൊന്നും ഈ തരത്തിലുള്ളൊരു ആയുധമില്ല. തൊടുത്തു വിട്ടാൽ പോയി, ആയുധം കയ്യിൽ നിന്ന് പോയാൽ പോയി. നമ്മൾ പറയാറില്ലേ, ആയുധമാണ് സൂക്ഷിക്കണം, വാക്ക് സൂക്ഷിക്കണം, വാക്കും ആയുധവും ഒരുപോലെയാണ്, കയ്യിൽ നിന്ന് പോയാൽ പോയി. പക്ഷെ രാമബാണം അങ്ങനെയല്ല. എന്താ പ്രത്യേകത? അത് തൊടുത്തു വിട്ടാൽ രാമന് വേണമെങ്കിൽ അതിനെ പിൻവലിക്കാം, അല്ലെങ്കിൽ ശത്രുവിനെ കൊന്നിട്ട് അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു മിസൈൽ എന്നുള്ളൊരു ഭാവന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശാസ്ത്രം അത്ര പുരോഗതി ഇപ്പോഴും പ്രാപിച്ചിട്ടില്ല. ശത്രുതാവളം ലക്ഷ്യമാക്കിയൊരു മിസൈൽ പ്രയോഗിച്ചാൽ ആ മിസൈല് ശത്രുതാവളത്തെ മുഴുവനും തരിപ്പണമാക്കി അത് എവിടെ നിന്നാണോ മിസൈൽ തൊടുത്തു വിട്ടത് അവിടെ മിസൈൽ തിരിച്ചു വരില്ല. ആ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ഇനി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടൊക്കെ ഭാവിയിലൊക്കെ വരാം, തൊടുത്തു വിട്ടാൽ തിരിച്ചിങ്ങോട്ട് വരാനുള്ള കണ്ടുപിടുത്തമൊക്കെ ഇനി ഉണ്ടാവും. പക്ഷെ ഇതുവരെ ഇല്ല. പക്ഷേ ശ്രീരാമചന്ദ്രൻ്റെ ബാണം അങ്ങനെയല്ല, അത് ശത്രുവിനെ നിഷ്പ്രഭമാക്കി ഇല്ലാതെയാക്കി അത് തിരിച്ചു വരും. അങ്ങനെ ലങ്കാനഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് രാക്ഷസന്മാരൊക്കെ അവിടെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുതും എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ടു, ഒരു കൊട്ടത്തേങ്ങ വീണതുപോലെ. ഇതെന്താ വീണത് എന്ന് നോക്കിയപ്പോൾ ചോര, ഒരു തല. അയ്യോ, ഇത് ആരുടെ തലയാണ്? രാക്ഷസന്മാർക്ക് അവിടെ വന്നു നോക്കിയെന്ന് കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്ന് കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. തലകൾ ഒരുപാട് കണ്ടു പരിചയമുണ്ട്. ആർക്ക്? രാക്ഷസന്മാർക്ക്. കാരണം അവർ മനുഷ്യന്മാരുടെ തല മുഴുവനും ഭക്ഷിക്കും. നമ്മളൊക്കെ നാളികേരം, ഈ കുരങ്ങന്മാർ നാളികേരം തിന്നണ മാതിരിയാണ്. മനുഷ്യന്മാരുടെ തലയൊക്കെ രാക്ഷസന്മാർ ഭക്ഷിക്കുക എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മുത്തശ്ശിമാർ. ഈ കുരങ്ങന്മാരെങ്ങനെയാണ് നാളികേരം ഭക്ഷിക്കുക? അതിൻ്റെ ചകിരിയൊക്കെ കടിച്ച് കടിച്ചാൽ തുപ്പും.
എന്നിട്ട് ഉള്ളിലുള്ള കാമ്പാട് ഭക്ഷിക്കും. അതേമാതിരിയാണ് മനുഷ്യൻ്റെ തല കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മുടിയൊക്കെ ഉണ്ടല്ലോ, ചകിരി, ആ മുടിയൊക്കെ തുപ്പും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നല്ല കാമ്പുണ്ട്, തലച്ചോറ്, അതൊക്കെ നല്ല ടേസ്റ്റാണ്. മനുഷ്യൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ഏതെന്നാ ചോദിച്ചാൽ തലച്ചോറിനാണ്. പിന്നെയാണ് ലിവറും ഇതൊക്കെ വരിക. അപ്പോൾ ഇതൊക്കെ രാക്ഷസന്മാർക്ക് നല്ല ഇഷ്ടമാണ്, ഈ തലച്ചോറൊക്കെ കഴിക്കാൻ. അപ്പം കഴിച്ച് ഒരുപാട് തലകൾ കണ്ട പരിചയമുണ്ട്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു കൊമ്പമീശയൊക്കെ ഉള്ളൊരു തല ഇതാദ്യം കാണുക രാക്ഷസന്മാർ. ഇതിപ്പോൾ ആരുടെ തലയാണോ? ഒരാൾ മറ്റേ ആളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ രാക്ഷസൻ ചോദിക്കുകയാണ്, ഹേയ് ഇതിപ്പോൾ ആരുടെ തലേ? അപ്പോൾ എല്ലാവരും ആകാശത്തേക്കൊക്കെ ഒന്നും കാണാനുമില്ല. ഹേയ് ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് വീണത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 14,000 ഖരദൂഷണ ത്രിശിരാക്കളാകുന്ന രാക്ഷസന്മാരെ ഭഗവാൻ വധിച്ചു എന്നാണ്. അതിന് ഭഗവാൻ എടുത്ത സമയം രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. നാഴിക 3:45 കൊണ്ടു. ആകെ അദ്ദേഹത്തിന് സമയമെടുത്തത് 3:45 നാഴിക മാത്രമേ ഉള്ളൂ. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ കഷ്ടി നമുക്കൊരു മണിക്കൂർ എടുക്കാം. 3:45 നാഴിക എന്ന് പറഞ്ഞാൽ 3:45 മണിക്കൂർ, 3 മണിക്കൂറും 45 മിനിറ്റും. 3 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് ഈ 14,000 രാക്ഷസന്മാരെ മുഴുവനും ഒറ്റയ്ക്ക് ഒരാൾ നിഗ്രഹിച്ചു. സൈന്യമില്ല, ഒരാൾ മാത്രം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മാത്രം, വേറെ ആരുമില്ല. ലക്ഷ്മണൻ പോലും ഇല്ല സഹായിക്കാൻ. കാരണം ലക്ഷ്മണൻ ഗുഹയുടെ ഉള്ളിലല്ലേ. സീതയെ നോക്കണ്ടേ? സീതയെ അതിനിടയിൽ കണ്ടാലത്തെ അവസ്ഥ എന്താ? ഈ രാക്ഷസന്മാർ ഇപ്പോൾ സീതയെ കണ്ടിട്ടില്ലേ അവർ? ഏതായാലും ഇനി യുദ്ധം കഴിഞ്ഞു, 14,000 പേരും മരിച്ചു. ഈ രാമായണത്തിലും ഭാഗവതത്തിലും നമ്മുടെ പുരാണങ്ങളിലൊക്കെ എന്താ പ്രത്യേകത ചോദിച്ചാൽ, ഈ മരിച്ചതൊക്കെ രാക്ഷസന്മാരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല നല്ല രൂപം ധരിക്കും. അവർ സുന്ദരന്മാരാവും, അവർ പുണ്യാത്മാക്കളായിട്ട് മാറും. അതേമാതിരി ഇവിടെയും സംഭവിച്ചു. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹം. അതുനേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നു. മാനസേ പുനരവരേ വരും. അതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചു. ആമോദം പൂണ്ടുകോപ്പി സ്തുതിച്ചാർ പലതരം. അവരൊക്കെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് അവർ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. ഭഗവാൻ ചന്ദ്രൻ അവർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അവരൊക്കെ പുണ്യാത്മാക്കളായി സ്വർഗത്തിലേക്ക് പോയി. എത്ര ദുഷ്ടന്മാരായാലും ഭഗവത് സാമീപ്യത്താൽ മരിച്ചാൽ അത് പുണ്യമാണ്. ഒന്ന് ഭഗവാനെ കണ്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് ജ്ഞാനം പറഞ്ഞു തരിക, അത് കേട്ടുകൊണ്ടാണ് മരിക്കുക. അത് പുണ്യമാണ്. മരിക്കാൻ നേരത്ത് ഭഗവാനെ കാണൂ. ഒന്നും വേണ്ട, കാലൊന്ന് വെച്ചുത്തിയാൽ മതി. കല്ലിൻ്റെ മുകളിൽ നമ്മൾ നാമം ചൊല്ലും. അപ്പോൾ നമ്മൾ അമ്മയെന്ന് വിളിക്കുക. പിന്നെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ആ വിളിക്കുന്ന അമ്മ കാടാമ്പുഴമ്മയാണ് എന്നൊക്കെ പറയാം. കാടാമ്പുഴമെന്നല്ല, നമ്മൾ നമ്മുടെ അമ്മയെ വിളിച്ചതാ. കാല് വെച്ചുത്തിയാൽ വേദനിച്ചിട്ട് അമ്മയെന്ന് വിളിക്കും. പക്ഷെ അതിനു മുമ്പ് വെറും അമ്മയെ എന്നല്ല വിളിക്കുക, അതിനു മുമ്പ് വേറൊന്ന് വിളിക്കും. അതെന്താ? അയ്യോ അമ്മേ. ഒരു അയ്യോ എന്നൊരു വാക്ക് ആദ്യം പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനർത്ഥമില്ല. അതിനാണ് അർത്ഥം ഉള്ളത്. കാരണം അയ്യൻ ആരാ? അത് അയ്യപ്പനാണ്. ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെന്താ പറയുക? അയ്യനെ കാണാൻ സ്വാമി, അയ്യനെ കാണാൻ. അയ്യൻ ആരാ? ഈശ്വരനാണ്, ഭഗവാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആരെ ഓർമ്മിച്ചത്? വേദന വന്നപ്പോൾ ഭഗവാനെയാണ് വിളിച്ചത്. രണ്ടാമതാണ് ആർക്ക് സ്ഥാനം കൊടുത്തത്? അമ്മയ്ക്ക് സ്ഥാനം കൊടുത്തത്. അയ്യോ എന്ന് ആദ്യം വിളിച്ചു, ഭഗവാൻ വിളി കേട്ടില്ല. രണ്ടാമത് നമ്മൾ എന്ത് വിളിച്ചു? അമ്മയെന്ന് വിളിച്ചു. അപ്പോഴേ അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്നു. ശരിക്ക് ഈ അയ്യ എന്നുള്ളതും ഈ അമ്മേ എന്നുള്ളതും നമ്മളെ പെറ്റമ്മയോ അച്ഛനോ ഒന്നുമല്ല. അതാരാ? അയ്യൻ ഭഗവാനും പുരുഷനും അമ്മ പ്രകൃതിയുമാണ്.
അപ്പോൾ ആ പുരുഷനെയും പ്രകൃതിയെയുമാണ് ഈ ജീവാത്മാവ് വിളിക്കുന്നത് വേദന വരുമ്പോൾ, അയ്യോ അമ്മേന്ന്. ഇത് ധരിച്ചിട്ട് നമ്മൾ വിചാരിച്ചത് എന്താ? അയ്യോ എന്ന് വിചാരിച്ചാൽ അത് അച്ഛൻ, അമ്മയെന്ന് വിളിച്ചാൽ അമ്മ. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഓടി വരും, മോളെ എന്ത് പറ്റി? അപ്പോൾ മോള് പറയാം, എൻ്റെ കാലൊക്കെ വെച്ച് കുത്തി, എന്താണെന്നറിയില്ല. ചിലർ ചെറിയൊരു മുറിവൊക്കെ ആയാൽ ആശ്വസിപ്പിക്കുക ചെയ്യുക. വലിയ മുറിവായാലും അത് ആശ്വസിപ്പിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ, ഇല്ലേ? എൻ്റെ നാട്ടിൽ കുളത്തൂര് ഒരാളുണ്ടായിരുന്നു, മരിച്ചുപ്പില്ല. മൂപ്പരുടെ ഭാര്യയും കൂടിയും, മൂപ്പർക്ക് ജോലി അമ്പലത്തിൽ മാലകെട്ടില്ല, അമ്പലവാസി. മൂപ്പര് വരമ്പിൽ വന്നിട്ട് വയമ്പറ്റ അമ്പലത്തിലേക്ക് വരിക, വരമ്പ് കൂടി. കുളത്തൂർ വയമ്പറ്റ അമ്പലം എന്ന അമ്പലമുണ്ട്, നിങ്ങളിപ്പോൾ ചിലരൊക്കെ പോയി കണ്ടിട്ടുണ്ടാവും. ആ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് സന്ധ്യ ആയിക്കണം, ദീപാരാധന സമയം. അപ്പോൾ ഈ ഭാര്യ പിന്നിലും ഇയാൾ മുമ്പിലുണ്ട്. അങ്ങനെ നടന്നു വരുമ്പോൾ ഭാര്യയുടെ കാലിൽ എന്തോ കടിച്ചു, വരമ്പത്തുനിന്ന് എന്തോ കടിച്ചു. അപ്പോൾ ഭാര്യ ഇത് ഇയാളോട് പറഞ്ഞു, ഏട്ടാ എൻ്റെ കാലിൻ്റെ മുകളിൽ എന്തോ കടിച്ചുല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് സാറില്ല, അത് വല്ല മൂർഖനോ പിന്നെ വല്ല അണലിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഇങ്ങനെ പോരെ പോരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വല്ല മൂർഖനോ വല്ല ശങ്കുവരനോ അണലി എന്തെങ്കിലും ആയിരിക്കും, വട്ടക്കൂറയ്ക്ക് ആവും, ഇങ്ങനെ പോന്നാ. ഇതാണോ ആശ്വസിപ്പിക്കൽ? അപ്പം എന്തായി? എനിക്ക് ആകെ സംശയമായി. ഇനി പാമ്പ് തന്നെയാണ് കടിച്ചത് എങ്കിലും നമ്മളെന്താ പറയേണ്ടത്? അത് സാറില്ല, അത് കല്ലോ എന്തെങ്കിലും അല്ല ഇതൊക്കെ ആവും. പക്ഷെ വേജാറ് പരിഭ്രമം നമുക്കേ ഉണ്ടാവും. പറയുമ്പോൾ നമ്മളെന്താ പറയുക? അത് സാറില്ല എന്നാ പറയുക. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എൻ്റെ ഇരട്ടി ഇങ്ങോട്ട് പറയരുത്. ചില അമ്മമാരുണ്ട് ഇതേപോലെ അമ്മമാർ, ഞാൻ കണ്ടിട്ടുണ്ട് പല അമ്മമാർ. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടുത്തെ അമ്മമാരല്ല. അമ്മമാരെന്താ ചെയ്യാച്ചാൽ ഒരമ്മ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ കാത്യായനി ഇക്ക് വയ്യ, ഇന്നലെ എന്താണെന്നറിയില്ല, എൻ്റെ ഇവിടെ ഈ വലതുഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒരു വേദന ഇങ്ങനെ കൈയിൻ്റെ ഇവിടെ, കാത്യായനി നീച്ചപ്പോൾ തുടങ്ങിയതാ. ഇപ്പോൾ കാർത്തിയായിനി എന്താ പറയുക, എന്നാ ജാനു കേൾക്കണോ, എൻ്റെ മേല് മൊത്തം വേദനയാണ്. എൻ്റെ ഇടത്തെ കൈയിനല്ലേ ഉള്ളൂ, എൻ്റെ വലത്തെ കൈയിനും വേദന, വലത്തെ കാലിനും വേദന. കാണാത്ത ഡോക്ടർമാരില്ല, ഞാൻ ആകെപ്പെട്ടു. ഇനി എവിടൊക്കെ പോകാമെന്നറിഞ്ഞാൽ അൽമാസിൽ പോകണോ, മിംസിൽ പോകണോ, അങ്ങോട്ട് പോകണോ അറിയില്ല. ഈ പറഞ്ഞ കാർത്തിയായിനി കുടുങ്ങിപ്പോയില്ലേ. രാവിലെ എൻ്റെ ഇവിടെ ഒരു വേദന എന്ന് പറഞ്ഞാൽ ഈ ജാനു എന്താ പറയേണ്ടത്? സാരില്ല കാർത്തിയായിനി, അത് നീരിറക്കാവും, ഇതൊക്കെ ഒരു വേദന, ഒന്നും സാറില്ല, ആ കൈ 2 പ്രാവശ്യം ഇങ്ങനെ പൊന്തിച്ച് താഴ്ത്തിയൊക്കെ ഞാൻ മാറും. അപ്പോൾ ഒരാശ്വാസം ഇത് കേൾക്കുമ്പോൾ ആ ആശ്വാസവാക്ക് കേൾക്കാനാണ് യമ്മ വേദന ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ഒരു ആശ്വാസവാക്ക് കേട്ടാതായില്ല. അതിന് പകരം കേട്ടതെന്താ? എൻ്റെ മേലിൽ മൊത്തം വേദനയാണ്, എന്താ ചെയ്യാം? അപ്പം ആശ്വസിപ്പിക്കേണ്ട ഒരാൾ ആശ്വസിപ്പിക്കുക തന്നെ വേണം, വേണ്ടേ? ഇവിടെ ഈ യുദ്ധത്തിൽ ഖരണം ദൃശ്യരസം മുതലായ യുദ്ധത്തിൽ 3 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. അവർ മുഴുവനും കൊന്നപ്പോൾ അവരുടെ ഒരു സ്തുതിയുണ്ട്. അവർ മരിച്ചപ്പോൾ പുണ്യാത്മാക്കളായിട്ടാണ് മരിക്കുന്നത്. കാരണം ഭഗവാന്റെ അടുത്തു നിന്നാണല്ലോ മരണം സംഭവിച്ചത്. നമ്മളും ഇതേപോലെയാണ്. ഭഗവാന്റെ തട്ടകത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യമാണ്. ഭഗവാന്റെ തട്ടകത്തിൽ ഭഗവാനെ കണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ. തൊഴുത് നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണു മരിച്ചു. ഇത്രയേ തൊഴുത് നിൽക്കുക. ഒരാൾ സപ്താഹം കേട്ടതിൻ്റെ അനുഭവത്തിൽ ഉണ്ടായതാണ്. തലേ ദിവസം സപ്താഹം പാലൂർ സപ്താഹം നടത്തിയപ്പോൾ മുമ്പിൽ ചെയറിൽ ഇതേപോലെ മുഴുവൻ കേട്ട് തലേ ദിവസം ആരതിയും കണ്ട് ഒഴിഞ്ഞു. അയാൾ രാധാരമണ മംഗളമൊക്കെ ചൊല്ലി പ്രസാദമൊക്കെ കൊടുത്തു. അയാൾ പോയി. ഒരു മധ്യവയസ്കനാണ്. അയാൾ വീട് തൊട്ടടുത്ത്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത വീട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ വീട് വെച്ചപ്പോൾ കാണിച്ചു തന്നു. വീട് അവിടെയാണ്. എന്നും വരും. അങ്ങനെ കൃഷ്ണാവതാരം കഴിഞ്ഞു, ആരതിയൊക്കെ ഒഴിഞ്ഞു, കൃഷ്ണനെയൊക്കെ ഉറക്കി, തൊട്ടിലാട്ടാനൊക്കെ അയാൾ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയി. പിറ്റേ ദിവസം കമ്മിറ്റിക്കാർ പറയുന്നുണ്ട് ഞങ്ങളോട്, ഇനി സപ്താഹം മുടക്കണ്ട, എങ്ങനെ ഇപ്പോൾ സപ്താഹം നടത്തുക? അപ്പോൾ ഞാൻ പറഞ്ഞു, സപ്താഹം എന്താ നടത്തിയ?
അല്ല ഇന്നിപ്പോൾ നിർത്തണോ നിർത്തണ്ടേ എന്നപ്പോൾ ആലോചന. സപ്താഹം 7 ദിവസമായിട്ടില്ലല്ലോ. കൃഷ്ണാവതാരം ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമല്ലേ. പിന്നെ എങ്ങനെ ഇന്ന് നിർത്തണം? അല്ല അതല്ല, പിന്നെ നമ്മുടെ കുട്ടിശങ്കരേട്ടൻ മരിച്ചു. ഇന്നലെ വന്ന ആളോ? ഇന്നലെ ആരതിയൊക്കെ ഒഴിഞ്ഞ് പോയതല്ലേ? അതാ ആ വീടാണ്. അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് ഇങ്ങ് നോക്കിയപ്പോൾ അവിടെ ടാർപ്പാളൊക്കെ ആൾക്കാർ വന്ന് കിട്ടണു, ചെയറൊക്കെ പിടിച്ചിടുന്നു. തൊട്ടടുത്ത് അമ്പലം തൊട്ടടുത്ത് വീട്. അപ്പോൾ അവിടെ വീടായതുകൊണ്ട് ഇവിടെ എങ്ങനെ സപ്താഹം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൈക്കിൽ ഭജനയൊക്കെ ഒന്ന് കുറയ്ക്കാൻ, സൗണ്ട് കുറയ്ക്കാൻ. ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അദ്ദേഹത്തിന് ഗതി കിട്ടി. കാരണം ഭാഗവതം കേട്ടിട്ടല്ലേ അദ്ദേഹം അവിടെ പോയതാ. അവിടുന്ന് ഹാർട്ട് അറ്റാക്ക് എന്തോ വന്നിട്ട് അങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് പറഞ്ഞു. അപ്പം അതൊക്കെ പുണ്യാത്മകൾ. അപ്പോൾ ഭഗവാന്റെ സാമീപ്യത്താൽ, ഭഗവാന്റെ സന്നിധാനത്തിൽ മരിക്കുകയാണെങ്കിൽ രാക്ഷസന്മാരായാലും, ഗരണം, ത്രിശിരസ്സും ദൂഷണനും ഒക്കെയുള്ള രാക്ഷസന്മാരായാലും അവർക്ക് പുണ്യം കിട്ടും എന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എപ്പോഴാണ് ശ്വാസം നിലയ്ക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നാമം ജപിക്കുക, ഭഗവത് സ്മരണയുണ്ടാവുക. ഉള്ളത് മുഴുവനും നമ്മൾ നാമം ചെല്ലാനും ജപിക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് വെറുതെ നമ്മുടെ നാവിന് പണി കൊടുക്കരുത്. ഉള്ള ആരോഗ്യം മുഴുവൻ അങ്ങനെ പോകും. എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മളെത്ര കുറ്റം പറഞ്ഞാലും അവരാ കുറ്റത്തിന് രക്ഷപ്പെടില്ല. അത് നന്നാവാൻ പോണില്ല, നന്നാവാൻ പോകും. ഇനി നമ്മളെത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, അവർ നന്നാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ആരെ കണ്ടാലും ആരെന്ത് പറഞ്ഞാലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നാരായണ 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 കഴിഞ്ഞു. ഗുരുവായൂരൊക്കെ പോയി തൊഴുതുമ്പോൾ ഉന്തും, തൊഴുതു മാറാതെ ഉന്തുമ്പോൾ അപ്പോൾ പറയാം നാരായണ നാരായണ നാരായണ. തർക്കിക്കാനോ മേക്കെട്ടാറൊന്നും പോണ്ട, നാമം ചൊല്ലിങ്ങനെ നടക്കുക. ദേഷ്യം വരുമ്പോഴൊക്കെ ചൊല്ലിക്കോളൂ എന്നാണ്. അപ്പോൾ ദേഷ്യം കുറച്ചിങ്ങോട്ട് ഇല്ലാണ്ടേ പോകും. ദേഷ്യം വരുന്നുണ്ട് തോന്നുകയാണെങ്കിൽ അപ്പം നാമം ചൊല്ലും. എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞതാ, നിനക്ക് ദേഷ്യം വരികയാണെങ്കിൽ, എനിക്കൊക്കെ ആദ്യം നല്ല ദേഷ്യം വന്നു. അപ്പോൾ ദേഷ്യം ഞാൻ നിയന്ത്രിച്ചു. എങ്ങനെ? അതിന് ഗുരുനാഥൻ പറയും, നാമപ്പതി എന്നുണ്ട്. ഈ ഹോമിയോപ്പതി കേട്ടിട്ടുണ്ടോ ചോദിച്ചു. അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, ഇങ്ങനെയൊക്കെ ചികിത്സാ രീതികൾ കുറേ ഉണ്ട്. സിദ്ധ, യുനാനി, അലോപ്പതി, ഹോമിയോപ്പതി. അതേപോലെ ഒരു പതിയുണ്ട്, നാമോപ്പതി. അതെ, നാമപ്പതി. ഈ നാമപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദേഷ്യം വരുമ്പോഴോ നാമം ജപിക്കുക, സന്തോഷം വരുമ്പോൾ നാമം ജപിക്കുക, ദുഃഖം വരുമ്പോൾ നാമം ജപിക്കുക, സുഖം വരുമ്പോഴും നാമം ജപിക്കുക. സുഖം വരുമ്പോൾ നാമം ജപിക്കാതിരിക്കേണ്ട അത് കാര്യമില്ല, സുഖം വരുമ്പോഴും ജപിക്കും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മളറിയാതെ. അത് നമ്മളെ ശരീരത്തിൽ, അത് മനസ്സിലിങ്ങനെ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നമ്മളറിയാതെ. ഇനി നമ്മൾക്ക് നാളെ മുതൽക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. എന്നിട്ട് വല്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഏതായാലും ഇങ്ങനെ ഇവർക്കൊക്കെ മോക്ഷം കൊടുത്തു എന്നാണ്. 14,000 രാക്ഷസന്മാർക്ക്. അത് കഴിഞ്ഞ് മോക്ഷം കിട്ടാത്ത ഒരാളിപ്പോഴുണ്ട്. ചൈനീസ് ഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളിപ്പോഴുണ്ട്. അതാരാ? ശൂർപ്പണഖ. കാരണം മൂക്ക് പോയില്ലേ, അവയവങ്ങളൊക്കെ പോയപ്പോൾ ശൂർപ്പണഖയോട് പേര് ചോദിച്ചു നോക്കൂ, എന്താ നിൻ്റെ പേരെന്ന് ചോദിച്ചാൽ ശൂർപ്പണഖ എന്താ പറയുക? മൂക്കില്ലല്ലോ, അപ്പം എന്താ പറയുക? ശൂർപ്പണഖ. ആ പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. നേരെ പോയത് രാവണൻ്റെ അടുത്തേക്കാണ്. ഇനി അടുത്ത ആളാരാ? സഹോദരൻ രാവണനാണ്. എന്തിനാ പോയത്? പരാതി പറയാം. ഗർണിയും തൃശ്ശിരസിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. അവരുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത പരാതി രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടക്കൊണ്ടാൾ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനും ഉര ചെയ്താൻ.
മൂക്കും മുലയും ഒക്കെ മുറിഞ്ഞ് ചോരങ്ങനെ വീണ് കിടക്കുകയാണ്. എങ്ങനെ വീണത് രാവണൻ്റെ മുമ്പിൽ? അതാ രസം. അഞ്ജനശൈലം പോലെ എന്നാണ്, ഒരു പർവ്വതം വീഴുന്നത് പോലെ എപ്പടേ എന്ന് പറഞ്ഞ് ചക്ക കണ്ട് വീഴുന്നില്ലേ, അതേമാതിരി ഒരൊറ്റ വീഴ്ചയാണ്. ഒന്നാലോചിച്ച് നോക്ക്, പേടിച്ചാലും അങ്ങനെ വീഴും, വിനയത്തോടു കൂടി അങ്ങനെ വീഴില്ല. ഈ ഒരാളെ കാണുമ്പോൾ, ദൈവത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാനെ കാണുമ്പോൾ, ഭഗവതിയെ കാണുമ്പോൾ ഒക്കെ എങ്ങനെ വന്ദിക്കണം എന്നാണ് പറയുക. എങ്ങനെ വന്ദിക്കുക? നമ്മൾ തൊഴും ഇങ്ങനെ. ഇതല്ല നമ്മൾ സ്ഥിരം ജനറലായിട്ടുള്ളൊരു വന്ദനം ഏതാ? തൊഴലാണ്. ഇനി ക്ഷേത്രാചാരത്തിൽ, താന്ത്രികത്തിൽ വന്ദനമുണ്ട്. അതെങ്ങനെ വന്ദനം? അത് കൈ ഇവിടെ വെച്ചിട്ടുള്ള വന്ദനമല്ല. ഈശ്വരനെ കാണുമ്പോൾ, ദൈവത്തെ കാണുമ്പോൾ നമ്മൾ വന്ദിക്കേണ്ടത് നെറ്റി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഇവിടെ കൈ തൊഴണം. ഇങ്ങനെയാണ് കൈ തൊഴണം. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ശ്രീകോവിലിൻ്റെ മുമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തൊഴേണ്ടത് ഇങ്ങനെയല്ല. ഇങ്ങനെ വന്ദിക്കേണ്ടത് ആരെയാണ്? മഹാത്മാക്കളെ, രാജാക്കന്മാരെ, മന്ത്രിമാരെ, പ്രധാനമന്ത്രി, പ്രസിഡൻറ്റിന്, VIP-കളെ ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്ദിക്കണം. ഇനി നമുക്കതൊന്നും അറിയില്ല. എന്താ കാരണം? പറഞ്ഞു തരാൻ ആളില്ല. ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ ഒരാളുണ്ട്. ഇനിയെങ്കിലും നാളെ മുതൽക്ക് അങ്ങനെ ചെയ്യുക. ഇവിടെ വന്ദിക്കുക. ആരെ കാണുമ്പോൾ? ഗുരുനാഥന്മാരെ കാണുമ്പോൾ, മഹാത്മാക്കളെ കാണുമ്പോൾ തൊഴുക. ഭഗവാനെ കാണുമ്പോൾ, ഗുരുവായൂർ ചെന്നാൽ, കാടാമ്പുഴ ചെന്നാൽ, ശബരിമല ചെന്നൊക്കെ കൈ ഇവിടെ വയ്ക്കും. നെറ്റിടത്ത ഈ ഭാഗത്ത് ഇവിടെ നിർക്കുന്നില്ല, ഇവിടെ കരുത്. ഇവിടെ വെച്ച സായുജ്യം, മോക്ഷം. ഇവിടെ സന്യാസിമാരെ കാണുമ്പോൾ വയ്ക്കുക. മഹർഷി, സന്യാസി, അങ്ങനെയുള്ള അവധൂതന്മാരെ കാണുമ്പോൾ നമ്മൾ കൈ ഇവിടെ വയ്ക്കണം. ഇവിടെ വെച്ചാൽ മതി. ഈ നെറ്റിടത ഇവിടെ വയ്ക്കുക, തൊഴുക. ഇതിന് മുകളിൽ ഇവിടെ വെച്ച സർവമോക്ഷമാണ്. അല്ല, അവിടെയും വയ്ക്കട്ടെ. നമുക്ക് ഭഗവാനെ കാണുമ്പോൾ ഇവിടെ വെച്ചാൽ പിന്നെ നാളെ ഉണ്ടാവുമെന്നറിയില്ല, മോക്ഷം കിട്ടും. ഭഗവാൻ വിചാരിക്കുമോ ഇവന് വേണ്ടത് മോക്ഷമാണ്, ഗതിയാണ്, സദാം ഗതി. ഭഗവാൻ പറയുമോ നിനക്ക് സദാം ഗതി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു വീട് വേണം, ഒരു കാറ് വേണം, മകളെ കല്യാണം കഴിയണം, മകൾക്കൊരു ജോലി വേണം. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ തൊഴുക. ഭഗവാൻ വിചാരിക്കും ഇവിടെ കൈ വെച്ചത് തലയുടെ മീത് ഇവിടെയാണ്, അപ്പോൾ അത് കൊടുക്കാൻ വരാം. ശരി, സദാം ഗതി ഭവതു, അല്ലേ? നിനക്ക് മോക്ഷം കിട്ടും. പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? കുഞ്ഞുട്ടിയേമ തൊഴുത് വന്നു, പിറ്റേ ദിവസം രാവിലെ കാടാമ്പുഴയ്ക്ക് വന്നപ്പോഴേക്ക് കഴിഞ്ഞുത്രേ. എന്താ കൈ ഇവിടെ വെച്ചതേ? കൈ വെച്ചത് ഇവിടെ, മോക്ഷം കിട്ടി. അവിടെ വെക്കരുത്, കൈ നെറ്റിട്ട് ഇവിടെ വെച്ചോ, കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചത് തല ഒന്ന് കുനിയും ചെയ്താൽ മതി. അങ്ങനെയാണ് തൊഴുക. പക്ഷെ ഇത് പരമ്പരാഗതമായി ഇങ്ങനെ കൈ ഇവിടെ തൊഴുതു വെച്ചിട്ടൊരു അബദ്ധമൊന്നുമല്ല, അങ്ങനെ വിചാരിക്കരുത്. വലിയൊരു അപകടമൊന്നുമല്ല, ഇങ്ങനെയും തൊഴാം. പക്ഷേ ഈ തൊഴിലെങ്ങനെ വിനയത്തിൻ്റെ ലക്ഷണമാണ്. ഈ തൊഴിലും വിനയത്തിൻ്റെ ലക്ഷണമാണ്. ഇത് വിനയം, ഇത് കുറച്ചും കൂടി വിനയം, ഇത് മികച്ച വിനയം. ചില ആൾക്കാർ ഇത് മൂന്നും കൂടിയും തൊഴണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇയാൾക്ക് ഭൗതിക സുഖവും വേണം, മോക്ഷവും വേണം, എല്ലാതും കൂടിയും വേണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയും തൊഴും. അതിന് പറയുന്ന പേര് ഭ്രാന്ത് എന്നാണ്. എന്തായാലും ഇവിടെ ഈ ശൂർപ്പണഖ രാവണൻ്റെ മുമ്പിൽ ചെന്നു വീണു, കരഞ്ഞു. രാവണന് എന്തൊക്കെയോ പകുതി മനസ്സിലായി, ചിലത് മനസ്സിലായതുമില്ല. കാരണം അങ്ങനെയാണ് പറയണത്. ചോരയൊക്കെ ഒലിപ്പിച്ച് മൂക്കില്ലാതെയാണല്ലോ സംസാരിക്കുന്നത്. എന്തേ പറഞ്ഞത്, എന്തേ കേട്ടത്, ഒന്നും അറിയില്ല രാവണൻ. കുറച്ചൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പം ചോദിച്ചു അത്രേ, എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ, ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ, സത്യം ചൊല്ലെന്ന നേരം അവൾ ഉര ചെയ്താൾ, എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ. എന്താണ് കാരണം? എന്തേ ഇങ്ങനെ പറ്റിയത്? ആരാ ശത്രു നിൻ്റെ? ആരാ നിന്നെ ഇങ്ങനെ വിരൂപയാക്കിയത്? മൂക്കും മുലയും ഒക്കെ മുറിച്ച് കളഞ്ഞത് ആരാ?
കാലനാണോ അതോ ഇന്ദ്രനാണോ അതോ കുബേരനാണോ? കുബേരൻ ജ്യേഷ്ഠനാ രാവണൻ്റെ. കുബേരനാണോ? ആരാ ചെയ്തത് ചോദിക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ ഈ ശൂർപ്പണഖ പറയാണ്, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ ഒന്നും അറിയണ്ട, രാജാവാണല്ലോ. അങ്ങയെ ഞാൻ എന്താ വിളിക്കേണ്ടത് തന്നെ എനിക്കറിയില്ല. എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് പാനസക്തനാണ്, എപ്പോഴും മദ്യപാനം, വേറെ ഒന്നുമില്ല. മദ്യം കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്തറിഞ്ഞിരിക്കുന്നു? അങ്ങക്ക് വല്ലതും അറിയോ? വല്ല ലോകവിവരമുണ്ടോ? രാജാവാണത്രേ, ലങ്ക ഭരിക്കുന്ന രാജാവ്. തന്നെയല്ല, അങ്ങേക്ക് സ്പൈ വർക്കർമാരൊക്കെ ഉണ്ട്, ചാരന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. ചാരന്മാർ വിവരം ഇങ്ങനെ തരുന്നൊക്കെ പറഞ്ഞത്. ചാരന്മാർ എന്ത് വിവരാ തന്നത്? എന്തേ അറിഞ്ഞത്? ലോകത്തിൽ വല്ലതും വിവരമുണ്ടോ, വല്ലതും അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. കളിയാക്കണം മാതിരി ശൂർപ്പണഖ. പിന്നെ നാരീസേവയും ചെയ്ത് ഇങ്ങനെ കിടക്കുക. മണ്ടോദരി മണ്ടോദരി എന്തിനുണ്ടല്ലോ അങ്ങനെ മണ്ടോദരി മണ്ടോദരി എന്നിങ്ങനെ വിളിക്കുക. കഷ്ടം. വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചാൽ നിഴൽ പോലെ ഭാര്യ എപ്പോഴും പിന്നാലെ വേണമെന്നൊന്നുമില്ല. ഭാര്യയുടെ തിരക്കായിട്ട് ഭാര്യ പോയിക്കോട്ടെ. ഭാര്യയെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ വിടൂ, ഭർത്താവിനെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ വിടൂ. ഭർത്താവ് പോകുമ്പോൾ പിന്നാലെ ചാടിക്കളിച്ച് പോണോ? മണ്ടോദരി, ഇത് മണ്ടോദരി മണ്ടോദരി പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കഷ്ടം. കേട്ടില്ലേ വിവരം? രാവണൻ അന്തം വിട്ടു. എന്ത് പെങ്ങളിപ്പം ഇങ്ങനെയൊക്കെ പറയണം? കേട്ടില്ലേ വിവരം? ഗരൻ, ദൂഷണൻ, ത്രിശിരസ്, 14,000 ആൾക്കാർ ഒക്കെ ഭസ്മായി. ഇപ്പം ആരുമില്ല, ഒക്കെ പോയി. എങ്ങനെ പോയി? ഇപ്പോൾ അവരൊക്കെ എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പം പറഞ്ഞിട്ടാ പോവാ? അവരൊക്കെ പോയി. ഇതാ പോക്കല്ല പോയത്, മരിച്ചു. എല്ലാവരും ജീവിപ്പില്ല, എല്ലാവരെയും കൊന്നു. ആരാ കൊന്നത്? രാമൻ. പ്രഹരാർദ്ദേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനേൻ. 3.25 നാഴിക കൊണ്ട് ബാണം തൊടുത്തങ്ങോട്ട് വിട്ടിട്ടാണ് കൊന്നത്. സമയം നടത്തിട്ടില്ല, 3.25 മണിക്കൂർ നേരം കൊണ്ട് കൊന്നു അവരെ. ആരാ കൊന്നതെന്നറിയോ? എങ്ങനെ അറിയാനല്ലേ? പാനസക്തനാണ്, എപ്പോഴും പാനസക്തൻ. പച്ച മലയാളത്തിൽ പറഞ്ഞെന്താ പറയാ? നമ്മൾ പറയാറില്ലേ, അയാളുടെ അത് മൂപ്പര് വെള്ളമാണ്, അയാൾ വെള്ള എന്ന് പറയും. ഇതേപോലെ ഈ രാവണനോട് പെങ്ങൾ പറയാണ്, നിങ്ങളത് ഏത് നേരമൊന്നും ഇങ്ങനെ കഴിച്ചിരുന്നു, ഒന്നും അറിയണ്ട. പാനസക്തനാണ്. ശ്രീരാമചന്ദ്രൻ ബാണമെയ്ത് അവരെ മുഴുവനും കൊന്നു. ആ രാവണൻ, ഈ രാമൻ്റെ ഒരു അനുജനുണ്ട് ലക്ഷ്മണൻ. ലക്ഷ്മണനാണ് എന്നെ ഈ സുന്ദരമായ കോലത്തിലാക്കിയത്. എന്തൊരു സൗന്ദര്യപ്പം എനിക്ക് ഇല്ലേ? ഈ സുന്ദരമായ കോലത്തിലാക്കിയത് ആരാ? രാമൻ്റെ അനുജനായ ലക്ഷ്മണനാണ്. ഇനി അങ്ങക്ക് ഒരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. അത് കേട്ടാൽ അങ്ങക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. അതേതാ? ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കിൽ. അന്ന് കേട്ടപ്പോൾ രാവണൻ എന്തേ പറഞ്ഞേ? അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കൗതുകത്തിൽ. രാമൻ മാത്രമല്ല, രാമൻ്റെ അനുജൻ മാത്രമല്ല, അവരുടെ കൂടെ ലക്ഷ്മി ഭഗവതി അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട്. അതുകൊണ്ടോ? അപ്പോഴേക്ക് രാവണൻ ഉഷാറായി അത് കേട്ടപ്പോൾ. കാരണം സ്ത്രീജിതനാണല്ലോ. ആദ്യം പറഞ്ഞു സ്ത്രീജിതനാണോ, എന്നിട്ട് പറയുന്നു ഈ മണ്ടോദരിക്കും സൈക്കോളജി അറിയാം. കാരണം രാവണൻ്റെ ബലഹീനത എന്താ ചോദിച്ചാൽ സ്ത്രീയാണ്. അതുകൊണ്ടാണല്ലോ സീതയെ അപഹരിച്ചു കൊണ്ടുപോയത്. രാവണൻ്റെ ബലഹീനത സ്ത്രീയാണ്. അപ്പോൾ ആ ബലഹീനതയിൽ മുറുക്കി പിടിക്കുക. അപ്പോൾ മണ്ടോദരി എന്ത് പറഞ്ഞു? അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി, കാര്യം കഴിഞ്ഞു. പക്ഷേ ശൂർപ്പണഖ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്കും നിർത്താൻ ഉദ്ദേശിക്കേണ്ടതാണ്. കാരണം
ചോര ഒലിപ്പിച്ച് മുറിയായിട്ട് മൂക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ. എന്നാലും ശൂർപ്പണഖ ഉള്ളത് വെച്ചിട്ട് ഒരു സൈക്കോ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് രാവണൻ. എന്താ കൊടുത്തതെന്നറിയോ? ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവിതാനും ഗൗരിയും വാണീ മാതാവിന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവത അവളല്ലോ. അവളാണ് ശരിക്ക് ദേവത. ദേവന്മാരിലും ഗന്ധർവന്മാരിലും നാഗകന്യകമാരിലും മനുഷ്യന്മാരിലും ഒന്നും ഇങ്ങനെയുള്ളൊരു സുന്ദരിയെ ഞാനതിനു മുമ്പും കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല, ഇനി കാണൂല. അത്രയും കേമിയാണ് അവൾ. പേര് സീത എന്നാണ്. തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം, വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ആ ജടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ പത്നിയാവുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അങ്ങേക്ക് ചേരും. ലോകത്തിൽ ഏറ്റവും വലിയ ചക്രവർത്തി ആരാ ചോദിച്ചാൽ രാവണനാണ്. 3 ലോകവും ഭരിക്കുന്ന ആൾ രാവണൻ ചില്ലറക്കാരനല്ല, ശിവൻ്റെ ഭക്തനാണ്. കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ ആളാണ്. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ആളാണ്. കുബേരൻ്റെ സഹോദരനാണ്. വിശ്രാവസിൻ്റെ പുത്രനാണ്. കൈകേസിയുടെ മകനാണ്. കേമനാണ് രാവണൻ. തന്നെയുമല്ല, വീണ വായിക്കാൻ അത്രയും നല്ലൊരു കലാകാരൻ വേറെ ഉണ്ടാവില്ല. വീണാവാദനത്തിൽ രാവണനെ കവച്ചു വയ്ക്കാൻ ആരുമില്ല. ശാസ്ത്ര സാഹിത്യ പാണ്ഡിത്യത്തിൽ രാവണനുള്ള അറിവിനേക്കാൾ വലിയൊരു അറിവ് ലോകത്തിൽ ആർക്കുമില്ല. അത്രയും നല്ല പണ്ഡിതനാണ് രാവണൻ. ലോകത്തിലെ ഏറ്റവും വലിയ പരാക്രമശാലി ആരാ ചോദിച്ചാൽ ബാലിയാണ്. എതിർക്കുന്ന ശത്രുവിൻ്റെ ഇരട്ടി ബലം തനിക്ക് കിട്ടും ബാലിക്ക്. അങ്ങനെ ബാലിക്കൊരു അനുഗ്രഹമുണ്ട്. ബാലിയോട് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. ആ ബാലിയെയാണ് രാവണൻ തോൽപ്പിച്ചത്. എങ്ങനെ? വാലിൻ്റെ മുകളിൽ കെട്ടി 7 സമുദ്രവും ചെന്ന് ചാടി ബാലിയെ വെള്ളം കുടിപ്പിച്ച ആളാ ആര്? രാവണൻ. അത്രയും ശക്തനാണ്. അപ്പം അങ്ങനെയുള്ള ശക്തനായ ഒരാൾക്ക് ഈ സീതയെ വിവാഹം കഴിച്ച് കൊടുക്കുക. സീതയെ അങ്ങനത്തെ ഒരാൾക്കേ ചേരും. അല്ലാതെ ഒരു അമ്പും വില്ലും ധരിച്ച് ഒരു എന്താ പറയുക, മരപുരി ധരിച്ച് ഒരു ജടയൊക്കെ ധരിച്ച് അങ്ങനെ നടക്കുന്ന, മെതിയടിയും ധരിച്ച് ഇങ്ങനെ നടന്ന, മെതിയടി ഇല്ലാതെ അങ്ങനെ കാട്ടിക്കൂടെ നടക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ചേർന്നവളല്ല അവൾ. കണ്ടാൽ ഒരു പൊരുത്തം വേണ്ടേ? നല്ല സുന്ദരനായ പുരുഷൻ നല്ലേ ഒരു സുന്ദരിയായ ഭാര്യ ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്തു, മനസ്സിൽ നിന്ന് വിചാരിച്ചു, അങ്ങേക്ക് അവളെ പിടിച്ചു കൊണ്ടുവന്ന് തരാം എന്ന് വിചാരിച്ചു. ഞാൻ അവളെ അങ്ങേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കിയപ്പോഴല്ലേ മറ്റേ ചങ്ങാതി വന്നത്. ആര്? ലക്ഷ്മണൻ. ഇപ്പം ഇന്നെ ഈ കോലത്തിലാക്കി. അപ്പം എന്താ അവരെ വേണ്ടത്? ആ 2 പുരുഷന്മാരെ എന്താ വേണ്ടത്? അങ്ങ് തന്നെ ചിന്തിച്ചാൽ മതി. അങ്ങയ്ക്ക് വേണ്ടി ആ സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയതാണ് ഞാൻ. ഇപ്പം എൻ്റെ മൂക്കുമില്ല, ഒന്നുമില്ല, ഞാൻ വികലാംഗയായിപ്പോൾ. ഇതാർക്ക് വേണ്ടി? ഏട്ടന് വേണ്ടി. ഇതിന് ഏട്ട പ്രതികാരം ചെയ്യണ്ടേ? ഏട്ടങ്ങനെ വെറുതെ ഏട്ടൻ ഏത് നേരം 24 മണിക്കൂറും ഏട്ടന് വല്ല വിവരമുണ്ടോ? പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഏത് സമയത്ത് മണ്ടോതിരി എന്ന് വിളിച്ചിങ്ങനെ നടക്കുന്ന നിഴൽ പോലെ ഈ മണ്ടോതിരി ഉണ്ടാവും ഏത് സമയത്ത്. കഷ്ടം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കണ്ട് കേട്ടപ്പോൾ രാവണന് ദേഷ്യം വന്നു എന്നാണ്. കാരണം തനിക്ക് വേണ്ടിയിട്ടാണല്ലോ തൻ്റെ പെങ്ങള് ഈ ഒരു ത്യാഗം ചെയ്തത്, അല്ലേ? വലിയൊരു ത്യാഗമാണ് പെങ്ങൾ ചെയ്ത ത്യാഗം. എന്താ ത്യാഗം?
മൂക്കാ കൊടുത്തത്. സ്വത്ത് കൊടുക്കും ചില പെങ്ങന്മാർ, ഏട്ടന്മാർക്കൊക്കെ ഭാഗം ചെയ്യുമ്പോൾ എനിക്ക് സ്വത്ത് വേണ്ട, ഇതൊക്കെ ഏട്ടൻ എടുത്തോളൂ. സ്നേഹം അങ്ങനെയാണ്. സ്വത്തിൻ്റെ മുകളിൽ ഭാഗം ചെയ്യുമ്പോഴൊക്കെ ആ ഉരുളിക്ക് വേണ്ട, അത് ഏട്ടൻ കൊണ്ടേക്കോളൂ. പന്തീരാ ഉരുളിയാണ്. വലിയ തറവാട് ഭാഗം ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. ഒക്കെ സ്നേഹം ഏട്ടനോട്, ഇതൊക്കെ ഏട്ടൻ കൊണ്ടേക്കോളൂ. ഇത് അതിനേക്കാട്ടിലും വലിയ ത്യാഗം കൊടുത്തത്. എന്താ കൊടുത്തത്? മൂക്കേ. ഏട്ടന് വേണ്ടിയിട്ട് ഈ മൂക്ക് പോയി, മൂക്ക് ധ്യാനം ചെയ്തു. കാരണം സീതയെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി നിന്നതാ. എനിക്ക് എൻ്റെ മൂക്ക് പോയി. അല്ലാതെ ഇപ്പം എന്തേപ്പം എനിക്ക് കിട്ടിയ ലാഭം? എനിക്ക് നാളെ മുതൽക്ക് നല്ലതുപോലെ വിശ്വസിക്കാൻ പറ്റുമോ? തന്നെ ഇന്നലെ വരെ ശൂർപ്പണഖ സുന്ദരിയായിരുന്നു എന്ന് എല്ലാവരും പറയും. ഇന്ന് ശൂർപ്പണഖയ്ക്ക് മൂക്കില്ലാത്തവളാണ്. മൂക്കുണ്ടാക്കാൻ പറ്റുമോ? ഏട്ടൻ വിചാരിച്ചപ്പോഴേക്ക് മൂക്കുണ്ടാവും. മൂക്കും ഉണ്ടാവില്ല, സ്ഥാനവും ഉണ്ടാവില്ല. ഏട്ടൻ വിചാരിച്ചത് രണ്ടും പോയി. ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനം 2 സ്ഥലങ്ങളും നാസികയുമാണ്. നാസികവനെല്ലാ പുരുഷനും സ്ത്രീക്കൊക്കെ ഏറ്റവും പ്രധാനമാണ്. സ്ഥാനം സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനം. അതും പോയി, മൂക്കും പോയി. ചവൻ എന്താ ജീവിതം? എൻ്റെ ജീവിതം ഇത് ആർക്ക് വേണ്ടി? ജ്യേഷ്ഠന് വേണ്ടി. ഇതൊക്കെ അങ്ങോട്ട് കേട്ടു എന്നാ രാവണൻ. ശരിയാണ്, എൻ്റെ പെങ്ങള്, എൻ്റെ അനുജത്തി എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തു എന്നോ. വേഗം അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ചു എന്നാ രാവണൻ. എന്നിട്ട് എന്തായി? ഭടന്മാരോട് പറഞ്ഞു അത്ര, ആരവിടെ? എല്ലാവരും വന്നു. എന്തേ? റാൻ എല്ലാവരും വന്നു. വിളിച്ചോ ഞങ്ങളെ? നിങ്ങളല്ല ഞാൻ വിളിച്ചത്. എവിടെ നിങ്ങൾ? പോയി വിളിക്കുന്നു, വേഗം വരൂ. എല്ലാവരും വന്നു. മഹാരാജാവ്, എന്തിനാണ് അടിയങ്ങളെ വിളിച്ചത്? വിളിച്ചത് എന്താ വെച്ചാൽ, എനിക്കൊരു അമ്മാമുണ്ട്, അമ്മാമ്മയെ വിളിച്ചു വരുത്തു. അല്ലെങ്കിൽ അമ്മാമ്മയെ കാണാൻ ഞാൻ അങ്ങോട്ട് പോവാം. അമ്മാമ്മയോട് വിവരം അറിയിക്കും, മരുവൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനും സൂത്രധാരനുണ്ട് അവർ രാവണൻ. അത്രയും വിലപ്പെട്ട ഒരാളാണ് രാവണൻ. ആര്? അമ്മാമ്മ. നമ്മളിന്ന് പറഞ്ഞ അങ്കിൾ എന്നൊക്കെ പറയും. അതാരാ? വേറെ ആരുമല്ല, മാരീചൻ. 2 അമ്മാമ്മമാരുണ്ടായിരുന്നു. ഒരു മാരീചനുണ്ട്, ഒരു സുബാഹുവുണ്ട്. സുബാഹുവിൻ്റെ കഥ ആദ്യം കഴിഞ്ഞതാണ്, അതൊന്നും ഇപ്പോൾ പറയണില്ല. 2ാമത്തെ അമ്മാവനാണ് ഈ മാരീചൻ. എന്തിനാ മാരീചൻ? മഹാഭാരതത്തിൽ ശകുനിയുടെ മാതിരിയാണ്. മഹാഭാരതത്തിൽ ദുര്യോധന ഏറ്റവും വലിയ വിശ്വാസം ശകുനിയാണ്. ശകുനി പറഞ്ഞത് എന്തേ അതേ ചെയ്യൂ. കാരണം നല്ല കുബുദ്ധിയാണ് ശകുനി. അതേപോലെ ഈ മാരീചനുണ്ടല്ലോ, നല്ല കുബുദ്ധിയാണ്. ഈ മാരീചനോട് പറയാണ്, ഇനി രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചൊരത്രയും കഴിഞ്ഞതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിൽ ഏറിയിടിനാൻ ദേവസഞ്ജയ വൈരിപാരാതെ പാരാപാരപാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഈ ചിത്രഭാനു വന്നപ്പോഴാണ് മാരീചൻ്റെ ആശ്രമത്തിലേക്ക് രാവണൻ എഴുന്നള്ളിയത്. എന്താ ചിത്രഭാൻ? ആരാ ചിത്രഭാൻ? അത് മറ്റാരുമല്ല, സൂര്യൻ. അന്ന് രാത്രി എങ്ങനെയോ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ ആയപ്പോൾ രാവണൻ നേരെ മാരീചാശ്രമത്തിലേക്ക് ചെന്നു എന്നാണ്. അപ്പോൾ എന്താ, മാരീചാശ്രമം അമ്മാവൻ്റെ വീട്ടിലേക്കാണ് പോണതേ. പക്ഷെ അമ്മാവൻ്റെ വീടൊക്കെ ഇപ്പം എന്തായി, ഒരാശ്രമം ഒക്കെ ആയിട്ട് അതിന് അമ്മാവൻ ഒരു നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീടൊക്കെ പണി കഴിക്കുമ്പോഴല്ലേ വീടിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു ബോർഡൊക്കെ വയ്ക്കും ഇല്ലേ, സ്നേഹഭവൻ എന്നൊക്കെ വയ്ക്കും. വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഒരു തരി സ്നേഹം ഉണ്ടാവില്ല, കലഹമാവും എന്നാലും. പക്ഷെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എന്തുണ്ടാവും? സ്നേഹഭവൻ എന്നൊക്കെ വലിയ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വയ്ക്കും. അതേപോലെ ഇവിടെ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റിൻ്റെ മുകളിൽ, മാരീചാശ്രമം. അവിടെ ആൾക്കാർ പൂമാല കെട്ടുന്നു. രാക്ഷസികളെ, ഈ രാക്ഷസികൾക്കും ഭക്തിയുണ്ട് കേട്ടോ. ഒരു പൂമാല കെട്ടുന്നുണ്ട്, പൂക്കളൊക്കെ തുളസി വേറെ, തെച്ചി വേറെ ഒക്കെ അങ്ങനെ മാറ്റുന്നുണ്ട്. കളഭമുണ്ട്, ഭസ്മമുണ്ട്, രുദ്രാക്ഷമാലകളൊക്കെ എണ്ണം തികഞ്ഞ് കെട്ടുന്നുണ്ട്. എല്ലാതും ഉണ്ട് അവിടെ. ഒരു ആശ്രമമാണ്. ആശ്രമാധിപതി, മഠാധിപതി ആരാ? ഒരു സ്വാമിയാണ്. ആ സ്വാമി ആരാ? ആ സ്വാമിയാണ് മാരീച സ്വാമി.
എന്നിപ്പോൾ ഈ മാരീചൻ സ്വാമി ആയത്? ഈ വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ വേണ്ടി വന്ന ദുഷ്ടനല്ലേ മാരീചൻ? മാരീചൻ്റെ സഹോദരൻ സുബാഹു. പിന്നെ എന്ന് മുതൽക്കിപ്പോൾ ഈ മാരീചൻ ഒരാശ്രമം ഒക്കെ കയറ്റി സ്വാമിയായത്? അതിനുണ്ട് കഥ. സുബാഹുവിനെ കൊന്നു. ആ സുബാഹുവിനെ കൊന്ന രാമബാണം നേരെ മാരീചൻ്റെ പിറകെ കൂടി. മാരീചന് മനസ്സിലായി തന്നെയും ഈ രാമബാണം കൊല്ലുന്നു. അപ്പോൾ മാരീചൻ വേഗം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാല് പിടിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, ഇനി മേലാൽ നീ പുരാണ പണ്ഡിതനായി നല്ലവനായി ഒരു ആശ്രമവും ഒക്കെ നിർമ്മിച്ച് അവിടെ സാത്വികനായിട്ട് വാഴുക. അന്ന് മുതൽക്ക് മാരീചൻ ഒരാശ്രമം ഒക്കെ ഉണ്ടാക്കി ലങ്കയിൽ. എന്നിട്ട് അവിടെ ഇരുന്ന് രാമ 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 പാഹിമാം സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി ചൊല്ലും. അപ്പോൾ കുറച്ച് രാക്ഷസ സ്ത്രീകൾ നല്ലവർ, ഈ ദുഷ്ടന്മാരിലും ചില ആൾക്കാരൊക്കെ നല്ലവരുണ്ടാവും, അവരൊക്കെ കൂടി മാരീചൻ്റെ പിറകെ. മാരീചൻ അന്ന് മുതൽക്ക് രാമനാമം ചൊല്ലിയിരിക്കുകയാണ്, നല്ലവനായി. ഈ രാക്ഷസ സ്വഭാവം ഒക്കെ മാറ്റി. അതുകൊണ്ടാണ് നമ്മളും പറയാം മാരീചനാവുക എന്ന്. എന്താ മാരീചനാവുക എന്ന് പറഞ്ഞാൽ അതുവരെ രാക്ഷസീയതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അനുഭവത്തിൽ നിന്ന് മാരീചൻ ആരായത്? രാക്ഷസൻ സാക്ഷരനായത്. നമുക്കും ഇതേപോലെ അനുഭവത്തിൽ നിന്ന് ആരാവാൻ പറ്റും? ഭക്തനാവാൻ പറ്റും. സ്വന്തം അനുഭവം വരണം. രാമബാണം പിറകെ കൂടുന്നുണ്ട്, അതാണ് അനുഭവം. ഇതേപോലെ നമ്മളും ചിന്തിക്കുക, ഒരു ബാണം നമ്മുടെ പിന്നിലുണ്ട്, ആരോ എഴുതു വിട്ടൊരു ബാണം, അത് മേലിൽ കൊള്ളും. അല്ലയോ ഭഗവാനെ രക്ഷിക്കണേ, ഈ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണേ, ഈ പാപങ്ങളിൽ നിന്നും രക്ഷിക്കണേ, കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കണേ, വിഷമങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കതേ മാർഗമുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഒരിക്കൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ എവിടെ ഭഗവാനെ തേടണം? അതിന് ഗുരുവായൂർ പോണ്ട, അല്ലേ? ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ ഒന്നും പോകണമെന്നില്ല. ഈശ്വരൻ എവിടെയാണ്? അതുപോലെ പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പഴയൊരു പാട്ടുണ്ട്. എന്താ പാട്ട്? ഒരു സന്യാസി ഇങ്ങനെ പോവുക, കടലിൻ്റെ പക്കത്ത് കൂടിയ ഒരു അവധൂതൻ. ആ അവധൂതൻ പാടുന്നൊരു പാട്ടുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. എവിടെയാണ് ഈശ്വരൻ? പിന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ. അവസാനം ഇയാൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സ്നേഹനിധിയായ ആ ഈശ്വരനെ അയാൾ അവസാനം കണ്ടെത്തുന്നു. അതാണ്. അങ്ങനെ കണ്ടെത്തുമ്പോൾ രാക്ഷസനായ മാരീചൻ മനുഷ്യനായ മാരീചനായിട്ട് മാറും. ശ്രദ്ധിക്കണേ ആ വാക്ക്. അങ്ങനെ ഈശ്വരനെ കണ്ടെത്താൻ സാധിച്ചാൽ രാക്ഷസനായ മാരീചൻ മനുഷ്യനായ മാരീചനായിട്ട് മാറും. ഇവിടെ ഈ മാരീചൻ ഇപ്പോൾ രാക്ഷസനല്ല, ഇപ്പോൾ മനുഷ്യനാണ്. ആ മനുഷ്യനായ മാരീചൻ്റെ അടുത്തേക്കാണ് ഈ മാനുഷിക ഭാവം ഒട്ടും തീണ്ടാത്ത രാക്ഷസനായ രാവണൻ ഉപദേശം സ്വീകരിക്കുന്നതിനായിട്ട് വരുന്നത്. അവിടെ വന്നു എന്നാണ്. അപ്പം ആ സമയത്ത് മാരീചൻ എന്താ സ്ഥിതി? രാമരാമീതി ജപിച്ച് ഉറച്ചു,
സമാധി പൂണ്ട് ആമോദത്തോടു മരുവീടിന മാരീച്ചനും. രാമരാമ എന്ന് ജപിച്ച് കഴിയാണ്. അദ്ദേഹം രാവണനെ കണ്ടു എന്നാണ്. സംഭ്രമത്തോടുകൂടി അവിടെ നിന്ന് മാരീചൻ എഴുന്നേറ്റിട്ട് സന്തോഷാശ്രുക്കളോടുകൂടി മരുമകനെ സ്വീകരിച്ചു. കാരണം രാജാവാണ് ഒന്ന്, രണ്ട് മരുമകനാണ്. ദശകണ്ഠനെ സ്വീകരിച്ചു. എന്നിട്ടോ ചോദിച്ചു അത്രേ രാവണനോട്, എന്തൊരാഗമനമിതിനേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു. ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായി ഇരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്ന, ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടു പോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം. കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലിനുടെ ഭഗിനി നാസികാകുജങ്ങളും കർണവും ഛേദിച്ചിതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താൻ ഏകനായിട്ടെതിർത്തോരണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കൂടെ രാമൻ്റെ പത്നി സീതയുമുണ്ട്. ശൂർപ്പണഖ യാദൃശ്ചികമായിട്ട് അവരെ കാട്ടിൽ വെച്ച് കണ്ടു. ലക്ഷ്മണൻ ആ ശൂർപ്പണഖയുടെ കുജങ്ങളും അതേപോലെ തന്നെ നാസികയും ഒക്കെ അറുത്തുമാറ്റി ഒക്കെ ഛേദിച്ചു. അവളെ വിരൂപയാക്കി. തനിയുമല്ല, അവളുടെ സഹോദരനായിരിക്കുന്ന ഗരണും തൃശിരസും ദൂഷണനും 14,000 സൈനികരും രാമനെ എതിരിടാൻ വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ 14,000 രാക്ഷസ സൈന്യത്തെ 3.25 നാഴിക കൊണ്ട് രാമൻ കൊന്നു. ഇതൊക്കെ ഉണ്ടായി. ഇനി ഞാനെന്ത് വേണം? അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനൊക്കെ കാരണം ഒറ്റൊരുത്തിയാണ്, വേറൊരാളല്ല. ഈ രാമൻ്റെ അഹങ്കാരത്തിനും ലക്ഷ്മണൻ്റെ അഹങ്കാരത്തിനും ഒക്കെ കാരണം അവരുടെ കൂടെയുള്ള ആ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് തരണം. വേറെ ഒന്നും വേണ്ട, അവളെ മോഹിപ്പിക്കുക. അതിന് അങ്ങ് ഒരു സ്വർണ്ണമാനിൻ്റെ വേഷം ധരിച്ച് പോവുക. ഒരു മാനിൻ്റെ വേഷം ധരിച്ച് പോയി കഴിഞ്ഞാൽ മാനിനെ കാട്ടിൽ കാണുമ്പോൾ അവളുടെ മനസ്സ് ഒരു പൈതലിൻ്റെ മനസ്സാണ്. അപ്പം മാനിനെ കണ്ടാൽ അവൾക്ക് തോന്നും, എനിക്കതിനെ ഒരു കളിക്കോപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നും. അപ്പോൾ അവൾ ആ മാനിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭർത്താവായ രാമനോട് പറയും. അങ്ങാണെങ്കിൽ മായാവിദ്യയിൽ കേമനാണല്ലോ. മാനാവാനും സിംഹമാവാനും ആനയാവാനും ഒക്കെ അങ്ങേക്ക് പെട്ടെന്ന് കഴിയും. അപ്പോൾ കളിക്കോപ്പായിട്ട് വന്ന് മാനായിട്ട് അവളെ ഒന്ന് ആകർഷിച്ച് അവൾ രാമനോട് പറഞ്ഞ്, രാമൻ അങ്ങയുടെ പിന്നാലെ വരും. അങ്ങ് രാമനെ അവളിൽ നിന്നും അകറ്റി കൊണ്ടുപോവുക. അങ്ങനെ അവൾ കാട്ടിൽ ഒറ്റയ്ക്കാവും. ആ സമയത്ത് ഞാൻ അവളെ പിടിച്ചു കൊണ്ടുവന്നോളാം ലങ്കയിലേക്ക്. അപ്പോൾ നോക്കൂ, ബുദ്ധി ആരുടേതാണ്? രാവണൻ്റെ. പിന്നെ മാരീചനെ കണ്ടത് ബുദ്ധി ഉപദേശം വാങ്ങാനല്ല. ഈ രാവണനെ ഈ മാരീചനെ കണ്ടത് എന്തിനാ? രാവണൻ
എന്ത് ചെയ്യണം എന്നുള്ളൊരു ഉപദേശം സ്വീകരിക്കാനല്ല. കാരണം ഉപദേശം അങ്ങോട്ടാണ് ഉപദേശിക്കുന്നത്, അങ്ങ് മാനായിട്ട് മാറണമെന്നൊക്കെ. എന്തിനാ പോയതെന്നറിയോ? മാനായിട്ട് മാറാൻ രാവണനാവില്ല, അത് ഖരനമാവില്ല, തൃശിരസ്സനും ദൂഷണനൊന്നും ആവില്ല. അത് ആവാൻ സാധിക്കുന്ന ഒരേ ഒരാൾ, മായാവിദ്യ അറിയുന്ന ഒരേ ഒരാൾ മാരീചൻ മാത്രമേയുള്ളൂ, വേറെ ആരുമില്ല. നമ്മളൊക്കെ ഇല്ലേ പണ്ടൊക്കെ പറയാറില്ലേ, ഇപ്പം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അന്നുണ്ടായിരുന്നു ഒടിയൻ. കാളയായിട്ട് വരും, പൂച്ചയായിട്ട് വരും, ഒക്കെ പറഞ്ഞ് പേടിപ്പെടുത്തും. പിന്നെ ഒടിയന്മാർ എപ്പോഴാണ് പോയത്? ഇപ്പോൾ ഒടിയന്മാരില്ലല്ലോ. ഒടിയന്മാർ പോയതെപ്പോഴാണ്? നല്ല ഇലക്ട്രിക് ബൾബുകളൊക്കെ വന്നപ്പോഴാണ്. റോട്ടിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വന്നു, എല്ലാ വീടുകളും ഇലക്ട്രിഫൈ ചെയ്തു, കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി വന്നു, സാർവത്രികമായി. അപ്പോൾ പിന്നെ ഒടിയന്മാർക്ക് നിക്കപ്രതി ഇല്ലാതെ പോയി. വെളിച്ചത്തെ പറ്റില്ല, ഇരുട്ടത്ത് വേണം അവർ പ്രയോഗിക്കാൻ. ലൈറ്റ് വന്നപ്പോൾ ഒടിയന്മാർ പോയി എന്ന്. അങ്ങനെ ഒരു കഥയല്ല. ഇനി പിന്നിലെ ഒടിയന്മാരുണ്ടോ അതും അറിയില്ല. എന്തായാലും ശരി, അങ്ങനെ ഒരു നാട്ടിലെ കഥ പ്രചരിപ്പിച്ചിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയിരുന്നു. അതേപോലെ മാരീചൻ ആ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒടിയനാണ്. ഏത് വേഷവും എപ്പോൾ വേണമെങ്കിലും മാരീചന് സ്വീകരിക്കും, അങ്ങനെ പറഞ്ഞു. അപ്പം മാരീചൻ്റെ ദൗത്യം ഇവിടെ എന്താണ്? കാമിനിയായ സീതയെ മോഹിപ്പിക്കണം. അങ്ങനെ മോഹിപ്പിച്ചു കഴിഞ്ഞാൽ സീത രാമനോട് കാര്യം പറയും. രാമൻ മാനിനെ പിടിക്കാൻ വേണ്ടി മാനിൻ്റെ പിറകെ ചെല്ലും. ആ സമയത്ത് സീതയെ താൻ കൊണ്ടുവരും. ഇതാണ് രാവണൻ്റെ പദ്ധതി. അതിനുവേണ്ടി രാവണൻ മാരീചനെ കണ്ട് ഈ കാര്യമൊക്കെ പറഞ്ഞു. ഇതൊക്കെ മാരീചൻ കേട്ടു. ഇതൊക്കെ മാരീചൻ കേട്ടിട്ട് പറഞ്ഞു, രാവണ, ഇനി ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ് എന്നൊന്നും തോന്നരുത്. കാരണം ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, പ്രത്യേകിച്ച് നിന്നെ. എന്നാലും ചില കാര്യങ്ങൾ നിനക്ക് അറിയില്ല, അത് ഞാനൊന്ന് പറഞ്ഞു തരാം, കേൾക്കണം. അതെന്താണെന്നറിയോ? മറ്റൊന്നുമല്ല. അതായത് ഈ രാമൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു മനുഷ്യനല്ല. ഭൂമിയിൽ അധർമ്മം സാധാരണ പറയാറുണ്ട്, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി എന്നൊക്കെ പറയാറുണ്ട്. അതായത് ധർമ്മം ഇല്ലാതെയായിട്ട് അധർമ്മം വ്യാപിക്കുമ്പോൾ ആ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ വിഷ്ണു അവതരിക്കും എന്ന്. അങ്ങനെ അവതരിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ ആ അധാർമികനാരാ ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നീ തന്നെയാണ്. രാവണനെ നിഗ്രഹിക്കുക എന്നതാണ് രാമാവതാരത്തിൻ്റെ പരിപൂർണമായ ലക്ഷ്യം. കൃഷ്ണാവതാരവും രാമാവതാരവും അവിടെ ഭിന്നമാകുന്നത് അങ്ങനെയാണ്. കൃഷ്ണാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ അത് പച്ച മലയാളത്തിൽ, സംസ്കൃതമൊന്നും അറിയില്ലെങ്കിലും പച്ച മലയാളത്തിൽ നമ്മുടെ മുത്തശ്ശി ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്കത് പാടിത്തരും. സന്ധ്യാനാമത്തിൽ ഇല്ലേ? എന്താ പാടിത്തരിക? ഒട്ടൊഴിയാതെ ഭൂഭാരം തീർപ്പനായി ദുഷ്ടഭൂപരെ കൊന്നോ മുടിച്ചതും പെട്ടെന്നമ്പോടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ മാധവ. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലും സന്ധ്യാനാമത്തിൽ. ഇതൊക്കെ കേട്ടുകൊണ്ട് അന്ന് ഉറങ്ങുക. ചിന്തകൾ വേറെ ഒന്നിക്കും പോവില്ല. കൃഷ്ണനെക്കുറിച്ച കഥകൾ, രാമനെക്കുറിച്ച കഥകൾ ഇന്നത് പാടിത്തരാനറിയുന്ന മുത്തശ്ശി ഇല്ല എന്ന് മാത്രമല്ല, അത് കേൾക്കാൻ എന്താ പറയുക, സന്മനസ് കാണിക്കുന്ന പേരക്കുട്ടികളും ഇല്ല. കുട്ടികൾക്കിത് കേൾക്കാനുള്ള സമയമില്ല. ഒരു മുത്തശ്ശി പറയുകയാണ്, മോനെ വരുവൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ, ഒരു പുരാണ കഥ പറയാമെന്ന് പറഞ്ഞാൽ അപ്പം കുട്ടി പറയും, എനിക്ക് ഹോംവർക്കുണ്ട്. ഒരു 100 ഹോംവർക്ക് ടീച്ചർ കൊടുത്തിട്ടാണ് വിടുക കുട്ടിക്ക്. പിന്നെ കുട്ടിക്കുണ്ടോ അത് മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ സമയം? പണ്ട് നമ്മളൊക്കെ കുട്ടികളാവുമ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നുള്ള പണികളൊന്നും ഇല്ല. മുത്തശ്ശി കഥ പറയുമ്പോൾ അത് ഇങ്ങനെ കേട്ടിരുന്ന് കഥ പറയാനുള്ള അറിവും ജ്ഞാനവും ഗ്രാഹ്യവും ഒക്കെയുള്ള മുത്തശ്ശിമാരുണ്ടായിരുന്നു. ഇന്ന് മുത്തശ്ശിമാർക്കും അറിയില്ല.
രാമായണ കഥ അറിയുന്ന മുത്തശ്ശി ഏതാ ഉള്ളത്? ആരാളുള്ളത്? എവിടെയുള്ളത്? എന്നാൽ ഇന്നത്തെ പുരാണം പോട്ടെ എന്ന് ചോദിക്കാം, വർത്തമാനകാലത്തിലെ എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചു നോക്കും. അതും വല്ലതും അറിയുമോ മുത്തശ്ശിമാർക്ക്? അതും അറിയില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും അറിയണ്ടേ? ഇപ്പം ഭൂതവും അറിയില്ല, വർത്തമാനവും അറിയില്ല. അറിയാവുന്നത് ഏതേ ഉള്ളൂ? ഭാവി മാത്രമേ ഉള്ളൂ. അതേതാ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേ, ഇന്നലെ പറഞ്ഞതുപോലെ ഇല്ലേ? അത് മാത്രമേ മുത്തശ്ശിമാർക്ക് അറിയുള്ളൂ. എപ്പോഴത് അവസാനിക്കാന്ന് അതിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. ഏതായാലും ഇവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് ആര്? മാരീചൻ. എന്നിട്ട് പറഞ്ഞു, ഈ രാമബാണത്തിൻ്റെ സ്വാദ് എന്താണെന്നുള്ളത് എൻ്റെ സഹോദരൻ ഖരന് മനസ്സിലായി. എനിക്കും അത് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം അത് എൻ്റെ മേലിൽ കൊണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വന്നു. ഞാൻ മരണഭയത്താൽ ഓടി, ലോകം മുഴുവൻ ഓടി ഓടി അവസാനം ഞാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് തന്നെ ശരണം പ്രാപിച്ചു. പുരാണത്തിലൊക്കെ നമുക്കങ്ങനെ കാണാം. ഭഗവാൻ തൊടുത്തങ്ങോട്ട് വിട്ടാൽ പിന്നെ നമുക്ക് എന്തേ നിവൃത്തിയുള്ളൂ? ഭഗവാന്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കുക. അതേ നിവൃത്തിയുള്ളൂ ആ ആപത്തിൽ നിന്നും ഒഴിയാൻ. കാരണം ആപത്ത് തരുന്നതാരാ? ഭഗവാൻ തന്നെ നമുക്ക് തരുന്നത്. അതൊരു പരീക്ഷണമാണ്. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുമോ എന്നറിയാൻ ഭഗവാൻ നമ്മളെ ഒന്ന് പരീക്ഷിക്കുകയാണ് ആപത്ത് വരുമ്പോൾ. അങ്ങനെ വിചാരിച്ചാൽ മതി. ദുർവാസാവ് എന്താ ചെയ്തത്? ഭാഗവതത്തിൽ കാണാമല്ലോ. ദുർവാസാവ് തൻ്റെ ജട അങ്ങോട്ട് പറിച്ചെടുത്തു അല്ലേ? അതിൽ നിന്നും ഒരു എന്താ പറയുക, പിശാചനെ ഉണ്ടാക്കി എന്നാണ്. അത് നേരെ അങ്ങോട്ട് ചെന്നു എന്നാണ് ആ പിശാചിനി. അപ്പോൾ സുദർശന ചക്രം ആ പിശാചിനിയെ നിഗ്രഹിച്ചു ഭഗവാന്റെ. എന്നിട്ട് ആ സുദർശന ചക്രം ആരുടെ പിറകെ കൂടി? ദുർവാസാവിൻ്റെ പിറകെ കൂടി. അപ്പോൾ ദുർവാസാവ് ഓടി 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 പിന്നാലെ ഈ സുദർശന ചക്രമുണ്ട്. ആ ചക്ര കൊണ്ട് താൻ മരിക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ദുർവാസാവ് അവസാനം അഭയം പ്രാപിച്ചത് ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. എവിടെ നിന്നാണോ ആ സുദർശന ചക്രം പുറപ്പെട്ടത്, ആ ഭഗവത് ഭക്തനായ ആ അംബരീഷൻ്റെ പാദങ്ങൾ തന്നെയാണ് ദുർവാസാവ് മഹർഷി വീണ് നമസ്കരിച്ചത്. കാരണം അംബരീഷനിൽ നിന്നാണത് പുറപ്പെട്ടത്. എന്നിട്ട് ദുർവാസാവ് മഹർഷി അംബരീഷനോട് പറയുന്നുണ്ട്, ഈ സുദർശന ചക്രം ഒന്ന് പിൻവലിക്കൂ, അതെൻ്റെ പിറകെയുണ്ട്, അതെന്നെ ഭസ്മമാക്കും എന്ന് പറയുമ്പോൾ അംബരീഷ് മഹാരാജാവ് പറയുന്നുണ്ട്, എവിടെ ചക്രം? അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഭഗവാനെ ആദ്യം നമസ്കരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ അത് എൻ്റെ കയ്യിലില്ല, ഞാനത് ഭക്തനായ അംബരീഷന് കൊടുത്തു കഴിഞ്ഞു, അംബരീഷിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്നാണ് പറഞ്ഞു. അവസാനം വൈകുണ്ഠത്തിൽ നിന്ന് ഓടി ദുർവാസാവ് അംബരീഷിൻ്റെ കൊട്ടാരത്തിൽ വന്നു. അപ്പോഴാണ് അംബരീഷൻ പറയണത്, എൻ്റെ അടുത്ത് സുദർശനം, എൻ്റെ അടുത്ത് ആയുധമൊന്നുമില്ലല്ലോ. അപ്പോൾ അംബരീഷൻ്റെ നെറ്റിയിൽ നിന്നാണ് ആ സുദർശന ചക്രം പുറപ്പെട്ടത്. അപ്പോൾ അംബരീഷൻ അറിയാവുന്ന ഒരു കാര്യം എന്താ? എന്നിൽ നിന്നാണോ ആ ചക്രം പുറപ്പെട്ടത്, അത് എന്നിൽ തന്നെ വന്ന് ലയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അംബരീഷനും ഭഗവാനെയാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എന്തായി? ആ സുദർശന ചക്രം ദുർവാസാവിനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളെന്താണ് ആപതി കിങ്കരണീയം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, സ്മരണീയം ചരണയുഗളം അമ്പായ. ആപത്ത് വരുമ്പോൾ ആ ആപത്തിന് കാരണഭൂതയായിരിക്കുന്ന ഭഗവതിയെ തന്നെ, ആ അമ്മയെ തന്നെ ശരണം പ്രാപിക്കുക, വേറെ ഒന്നുമില്ല അല്ലേ? നാസ്തി മാതൃസമോ ഗുരു, നാസ്തി മാതൃസമോ ഗുരു എന്ന് പറയും, നാസ്തി മാതൃസമോ ബന്ധു എന്ന് പറയും, ഇതൊക്കെ പറയും. നാസ്തി മാതൃസമോ ഭിഷഗ്വര, ഇതൊക്കെ പറയും. കാരണം അമ്മയ്ക്ക് തുല്യമായിട്ട് വേറൊരു ഗുരുവില്ല, ആരുമില്ല. അപ്പം അമ്മയെ തന്നെ അഭയം പ്രാപിക്കുക. ആരാ അമ്മ? പ്രകൃതിയാണ്, പ്രകൃതീശ്വരിയാണ് അല്ലേ? ആരാ ഭഗവാൻ? പുരുഷനാണ്. ഈ പുരുഷനും പ്രകൃതിയും മാത്രമേ ഈ ലോകത്തിലുള്ളൂ, വേറൊരു ഭാവം ഈ ലോകത്തിലില്ലല്ലോ. ആ പ്രകൃതി പുരുഷന്മാരെ, വാക്കർത്ഥം പോലെ കുടികൊള്ളുന്ന പാർവതീ പരമേശ്വരന്മാരെ നമ്മൾ ശരണം പ്രാപിക്കുക. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നീ അഭയം പ്രാപിക്കൂ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ രാമനാമം ജപിച്ച് ഞാൻ ഒരു ആശ്രമം ഒക്കെ നിർമ്മിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഇപ്പോൾ സ്വാമി മാരീചൻ ഇതുവരെ രാക്ഷസനായിരുന്നു, ഇപ്പോൾ ആശ്രമത്തിൻ്റെ മഠാധിപതിയാണ്. മാരീചാശ്രമം എന്ന പേര് ആശ്രമത്തിൻ്റെ.
രാവണൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടു എന്നാണ്. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു അത്രേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ, അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും മംഗളം വരുത്തുവാൻ വേണ്ടി അവതരിച്ചതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ഇതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ രാവണൻ പറഞ്ഞു അത്രേ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മനുഷ്യനല്ല ഈശ്വരനാണ് എന്ന് അങ്ങ് പറഞ്ഞു. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് അങ്ങ് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. പക്ഷേ ഇതൊക്കെ അങ്ങ് പറയാൻ കാരണം എന്താ? നിർമ്മലനല്ലോ ഭവാൻ, അങ്ങ് സാധുവാണ്. അങ്ങയുടെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങ് പാവാണ്. അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു. സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണം അല്ലെന്നാക്കുവാൻ ആളാരെടോ. ഭഗവാൻ മഹാവിഷ്ണുവ തന്നെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രീരാമനായിട്ട് അവതരിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ അങ്ങനെയല്ല എന്നാക്കാൻ ഈ ലോകത്തിൽ ആരാ ഉള്ളത്? ഭഗവാൻ അങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാവും. ആ വിധിയെ മറികടക്കാൻ പിന്നെ ആരാ ഉള്ളത്? എനിക്ക് വിധിയെ മറികടക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഞാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ്റെ കൈകൾ കൊണ്ടാണ് മരിക്കേണ്ടത് എങ്കിൽ മരിക്കുക തന്നെ വേണം. അതിലൊന്നും എനിക്ക് യാതൊന്നുമില്ല എന്ന് രാവണൻ പറഞ്ഞു. സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളാരെടോ. ഇതിനെയാണ് നമ്മൾ പറയും വിധി എന്നൊക്കെ പറയും, അല്ലേ? വിധി ആർക്കും മാറ്റി മറിക്കാൻ കഴിയില്ല എന്ന്. എന്താണോ നമ്മുടെ തലയിൽ വരച്ചത് അത് നമ്മൾ അനുഭവിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കണം. ആ കർമ്മഫലം മാറ്റിമറിക്കാൻ ഗ്രഹങ്ങൾക്കോ ഈശ്വരനോ ആർക്കും അധികാരമില്ല എന്നാണ്. മലപ്പുറം ജില്ലയിൽ തിരുനാവായയിൽ ഒരു കുംഭമേള നടക്കുന്നുണ്ടായി ഇപ്പം ഈ അടുത്ത്. അതിനു മുമ്പ് പ്രയാഗ്രാജിൽ ഒരു കുംഭമേളയുണ്ടായി. അപ്പോൾ പ്രയാഗ്രാജിൽ ഞാൻ ആദ്യം പോയി കുംഭമേളയിൽ പങ്കെടുത്തു. തുടർന്ന് തിരുനാവായിൽ കുംഭമേള വന്നപ്പോൾ അതിലും പങ്കെടുത്തു. അതിൽ പങ്കെടുത്തപ്പോൾ രാവിലെ പോയിട്ടാണ് മുങ്ങിയത്. വെറുതെ ഒരു സ്നാനം കഴിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കാരണം പ്രധാനപ്പെട്ട കുംഭമേളയിൽ ആദ്യം പങ്കെടുത്തത് കൊണ്ട്. തുടർന്ന് അവിടെ ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴാം. ആദ്യമായിട്ടാണ് ഞാൻ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു സംശയം മനസ്സിൽ. വിഷ്ണുവിൻ്റെ അമ്പലമാണെങ്കിൽ അവിടെ അഷ്ടാക്ഷരം ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. ശിവൻ്റെ അമ്പലമാണെങ്കിൽ അവിടെ നമശിവായ പഞ്ചാക്ഷരി ജപിക്കാം. ഈ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിൽ നമ്മൾ തൊഴുമ്പോൾ ഏതാ ജപിക്കേണ്ട നാമം എന്ന് ഞാൻ ചോദിച്ചതേ അബദ്ധമായി. കാരണം പല ആൾക്കാർക്കും അതറിയില്ല. അവർ പറഞ്ഞു ഓം ബ്രഹ്മണേ നമ എന്ന് പറഞ്ഞോളൂ എന്ന് ഒരാൾ പറഞ്ഞു. വേറെ ആൾ പറഞ്ഞു ബ്രഹ്മാവിനങ്ങനെ മൂലമന്ത്രമൊന്നുമില്ല, അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെ പല അഭിപ്രായങ്ങളായി ചിലർ. അപ്പം എല്ലാവർക്കും ഒരു ആശയക്കുഴപ്പമായി ഈ ഒരൊറ്റ ചോദ്യം കാരണം. പക്ഷെ എനിക്ക് അപ്പം തോന്നിയ ഒരു മറുപടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്, ബ്രഹ്മാവ് സാക്ഷാൽ ഗുരുനാഥനാണല്ലോ. നമ്മൾ പറയുക ഗുരുബ്രഹ്മ, അത് ചൊല്ലിയാൽ മതി. ഗുരുബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത്
പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ആ ബ്രഹ്മാവിനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് ഞാൻ അതങ്ങോട്ട് ചൊല്ലി ആ ശ്ലോകം. അത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വരുമ്പോൾ ഓവിൻ്റെ അവിടെ എഴുതി വെച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ഭക്തന്മാരായ നിങ്ങളുടെ ജാതകം പൂജിച്ചു കൊടുക്കും. ജാതക പൂജയ്ക്ക് വിളിക്കുക ഒരു നമ്പർ അടിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരാളോട്, ഇതെന്താ ജാതകം പൂജിക്കുക? നിങ്ങൾ ജാതകം കൊണ്ടുവന്നോളൂ, അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം, എന്നാൽ പൂജിച്ച് തരും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജാതകം പൂജിച്ചത് കൊണ്ട് എന്തുണ്ടാവും? അതിൽ നിങ്ങളുടെ ഗ്രഹനില മാറ്റിത്തരും. നിങ്ങളെ മണ്ടയിൽ വരച്ചിട്ടില്ലേ, അത് ഇവിടെ നിന്ന് ബ്രഹ്മാവ് അങ്ങോട്ട് മാറ്റും. തൊട്ടപ്പുറത്ത് ശിവനുണ്ട്, ഇവിടെ ബ്രഹ്മാവുണ്ട്, ത്രിമൂർത്തികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മണ്ടയിൽ വരെ മാറ്റാൻ ബ്രഹ്മാവ് വിചാരിച്ചാൽ പറ്റും, ശിവൻ വിചാരിച്ചാൽ പറ്റൂ, വിഷ്ണു വിചാരിച്ചാൽ പറ്റൂ? അറിയില്ല കേട്ടോ എനിക്ക്. മണ്ടയിൽ വരെ മാറ്റാൻ ആക്കെ മാറ്റും. അങ്ങനെ ഞാൻ പൂജിക്കാനൊന്നും പോയില്ല, കാരണം അത് ജാതകം കൊണ്ടുപോയിട്ടില്ല. രണ്ടാമത് വേണമെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് അവൻ ആ നമ്പറിൽ വിളിക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ യാദൃശ്ചികമായിട്ട് തമിഴ്നാട്ടിൽ ഒരു തീർത്ഥാടനം പോവേണ്ടി വന്നപ്പോൾ, ശ്രീരംഗത്ത് പോവേണ്ടി വന്നപ്പോൾ, അതിൻ്റെ അടുത്ത് തിരുപ്പാട്ടൂർ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഒരു തമിഴിനെ പരിചയപ്പെട്ടു. അതാണ് അത്ഭുതം. തമിഴിനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞ വാക്കും ഇത് തന്നെയാണ്. തിരുപ്പാട്ടൂർ നിങ്ങൾ പോകണം, ഞങ്ങളോട് പറയണം. അയാൾ ചായക്കടയിൽ നിന്ന്. ശ്രീരംഗത്തല്ല, ഇവിടുന്ന് ബസ് കയറി പോകണം, കുറച്ച് ദൂരമുണ്ട്. ഞാൻ ചോദിച്ചു, തിരുപ്പത്തൂർ? തിരുപ്പാട്ടൂർ എന്താണ് പ്രത്യേകത? അവിടെ ജാതകം പൂജിക്കും. ഞാൻ ആദ്യം ചായ പതുക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഉറക്കം പറയണത് അവിടെ ജാതകം ജാതകം എന്ന് കേട്ടപ്പോൾ ഞാൻ തല കൂർത്തിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞത്? ഒന്നുകൂടി പറയൂ. തമിഴൻ പറഞ്ഞു, അത് അവിടെ തിരുപ്പത്തൂർ നിങ്ങൾ പോകണം, അവിടെ ജാതകം പൂജിച്ചു തരും. ഞാൻ പറഞ്ഞു, അയ്യോ, ഇത് ഇവിടെ തിരുനാവായയിലുണ്ടല്ലോ. എന്നോട് തിരുനാവായെന്ന് ഇതേ ഒരു അശരീരി പോലെയാണല്ലോ കേട്ടത്, നിങ്ങളെ ജാതകം പൂജിക്കും. ശരി, ഞാനിപ്പോൾ ജാതകം കൊണ്ടുവന്നിട്ടില്ല, ഞാൻ പിന്നെ വരാമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ജാതകവുമായിട്ട് തമിഴ്നാട്ടിൽ പോയി. അതെന്തുകൊണ്ട് തിരുനാവായ പോയില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. തിരുനാവായ പോയിട്ട് ഞാൻ ഈ ജാതകക്കെട്ടൊക്കെ പോകുമ്പോൾ ഒരു കെട്ടായിട്ടല്ല പോവുക. എൻ്റെ ജാതകം മാത്രമല്ലല്ലോ ഞാൻ പൂജിക്കുക, എൻ്റെ ഭാര്യയുടെ, എൻ്റെ കുട്ടികളുടെ, എൻ്റെ ഒരു ലോഡ് ജാതകം ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ തിരുനാവായ എന്ന സ്ഥലം ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. വല്ലവരും അറിയുന്ന ആൾക്കാരുണ്ടാവും. അവർ ചോദിക്കും, മാഷെ എങ്ങടപ്പത് ഈ കെട്ടും പാട്ടൊക്കെ ആയിട്ട് എന്തപ്പത് തറ അന്ധവിശ്വാസിയാണ് മാഷ് ഈ പ്രഭാഷണത്തിനൊക്കെ പോയിട്ട്? കഷ്ടം എന്ന് അവർ പറഞ്ഞാൽ നാണക്കേടായില്ലേ എന്ന് വിചാരിച്ചത് ഞാൻ പോയി. തമിഴ്നാട്ടിൽ വെച്ച് പൂജിച്ച ആരും അറിയില്ല, മലയാളികൾ ഇവിടെ ആരുമില്ല അവിടെ. അങ്ങനെ അവിടെ പോയി രണ്ടാമത് ജാതകമൊക്കെ ആയിട്ട്. ഭാര്യയുടെ ജാതകം ഓലക്കെട്ട. എൻ്റെ പുസ്തകമാണ്, എൻ്റെ അമ്മാവൻ തന്നെയാണ് എഴുതിയത് പുസ്തകം. അങ്ങനെ പുസ്തകവുമായിട്ട് ജാതകം അവിടെ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് അന്നൊരു അശുദ്ധിയുണ്ട്. അതാണ് രസം. ഈ അശുദ്ധി പെലയാണ്. ഭാര്യയുടെ അമ്മാവൻ മരിച്ച മരണപ്പുല. അപ്പോൾ ഈ പുലയിൽ ജാതകം പൂജിക്കാൻ പാടുമോ എന്നൊരു സംശയം അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുലയിൽ ജാതകം പൂജിക്കുന്നത് ശരിയല്ല, കൊണ്ടുപോവാം, എന്തായാലും പുലയിൽ പൂജിക്കാൻ പാടില്ല. അവളുടെ ജാതകം ഓലയിൽ എഴുതിയത്. എന്തായാലും കൊണ്ടുപോയി ഞാൻ. അവിടെ ചെന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ജാതകമൊക്കെ പൂജിച്ചപ്പോൾ അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഓലയിലുള്ള ജാതകം പൂജിക്കാണ്ടിരിക്കില്ല. ഈ ഓലയിലുള്ള ജാതകം ഞാണ്ട് കൊടുത്തു. അപ്പം എൻ്റെ മനസ്സിൽ എന്തായിരുന്നു വെച്ചാൽ, എന്ത് അന്ധവിശ്വാസം അത്, പലയുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ജാതകം ഈ ഓലക്കെട്ടും ഓലയും തമ്മിൽ എന്ത് ബന്ധം, എന്ത് പൂജിച്ചോട്ടെ എന്ന് വിചാരിച്ച മനസ്സിൽ ഞാൻ അത് കൊടുത്തപ്പോൾ ആ പൂജാരി പറഞ്ഞു, ഇത് സ്വീകരിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ പുലുള്ള കാര്യം പൂജാരിക്ക് അറിയും. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, തമിഴാണ്, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പൂജിക്കുന്നില്ല? ഇവിടെ ഓല ജാതകം പൂജിക്കുകയില്ല. അപ്പോൾ അവിടെയുള്ള ഭക്തന്മാരൊക്കെ പറഞ്ഞു, അവിടെ ക്യൂ നിൽക്കണം, നല്ല ഭയങ്കര തിരക്കാണ് അവിടെ ഇത് പൂജിക്കാൻ. അവസാനം തമിഴന്മാരുടെ ജാതകം മുഴുവനെ പുസ്തകത്തിലാണ്, തമിഴിൽ എഴുതിയിട്ടുള്ളത്. പുസ്തക ജാതകം മാത്രമേ പൂജിക്കുള്ളൂ, ഓല ജാതകം പൂജിക്കില്ല. എന്തായാലും എൻ്റെ ജാതകം ഞാൻ പൂജിച്ചത് പിന്നെ വന്നപ്പോൾ എന്തായി എന്ന് വെച്ചാൽ, അത് അബദ്ധമായി തോന്നി. കാരണം പൂജിച്ചപ്പോൾ ഈ മഞ്ഞളൊക്കെ അവർ ഗ്രഹനിലയുടെ മുകളിലൊക്കെ വെച്ച് തേച്ചു. പേജ് ഓരോന്നിനും മറിക്കുമ്പോൾ മഞ്ഞളിങ്ങനെ തേക്കും വിരലുകൊണ്ട്. തേച്ച് ജാതകം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ജാതകം നോക്കിയപ്പോൾ, അല്ലെങ്കിൽ തന്നെ അത് പഴയ ജാതകമാണ്, പേജും ഏടൊക്കെ പോകുന്നു. കാരണം 10-60 കൊല്ലം മുമ്പുള്ള ജാതകം.
അതിൻ്റെ മുകളിൽ ഗ്രഹനിലയും കാണാനില്ല. 9 വ്യാഴത്തെ നോക്കാം, 10 നോക്കണം, 10 വ്യാഴത്തെ നോക്കാൻ ചൊവ്വ എവിടെ നോക്കണം, ചൊവ്വയും കാണാനില്ല, വ്യാഴവും ഇല്ല, ഗുളികനും ഇല്ല, ഒന്നുമില്ല, ആകെ ഒരു മഞ്ഞൾ. എന്തായാലും അങ്ങനെ പൂജിച്ചു കൊണ്ടുവന്നു. അപ്പോഴും എന്നോട് ഒരു സ്വാമി പറഞ്ഞു, കഷ്ടം, എന്താ നിങ്ങളിങ്ങനെയൊക്കെ വിവരമുള്ള ആൾക്കാർ ജാതകം പൂജിച്ച് തലയിലെടുത്ത് മാറ്റാൻ നിൽക്കണത്? അത് മാറില്ല, തലയിലെടുത്ത് മാറില്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ തലയിലെടുത്ത് മാറിയിട്ടില്ലല്ലോ. വനവാസം സ്വീകരിക്കേണ്ടി വന്നില്ലേ, കാട്ടിൽ കഴിയേണ്ടി വന്നില്ലേ, അത് ജാതകത്തിലുണ്ട് ഇത്ര. അങ്ങനെ ഭഗവാന്റെ ഭാര്യാവിരഹം എന്ന് പറയും, അത് വിരഹം അദ്ദേഹം അനുഭവിച്ചു എന്നാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ജാതകം നോക്കി പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈശ്വരന്മാരായാലും തടുക്കാൻ പറ്റില്ല എന്ന് പറയും. അതിന് ഉദാഹരണമായിട്ട് പറയാം കുറേ കാര്യങ്ങൾ. അതിലൊന്നാണ്, കുറേ കാര്യങ്ങളുണ്ട് ഉദാഹരണം, അതിലൊന്ന് ഞാൻ പറയാം. ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നു ഭഗവാൻ. ഈ ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനെ ഒളിയമ്പ് ചെയ്തു കൊന്നു എന്ന് പറയാൻ പാടില്ല വാക്ക്, എന്നാലും ശരി. ഭഗവാൻ സ്വർഗാരോഹണം നടത്തിയത് ജര എന്ന കാട്ടാളൻ്റെ അമ്പേറ്റിട്ടാണ്. ആ ജരയാണ് അടുത്ത ത്രേതായുഗത്തിൽ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ, ത്രേതായുഗം എന്ന് ഞാൻ പറയണില്ല, അടുത്ത ജന്മത്തിൽ ആ ജര ആരായിട്ട് മാറി നോക്കണം ഇങ്ങോട്ട്. കാരണം അമ്പെയ്ത് കൊല്ലാണ്. ജര അമ്പെയ്ത് ഭഗവാനെ കൊന്നു. അതിന് പ്രതികാരമായിട്ട് ഭഗവാൻ ആ ബാലിയെ കൊന്നു. ഇത് രണ്ടും പരസ്പര പൂരകമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതവിടെ നിൽക്കട്ടെ. അത് യുഗങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് നമുക്ക് പറയാം. ഒന്ന് ദ്വാപര യുഗത്തിലും ഒന്ന് ത്രേതായുഗത്തിലും. അടച്ചു. മറ്റൊരു കാര്യം ചോദിക്കാം. ഈ ത്രേതായുഗത്തിൽ സീതാ സ്വയംവരത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ സൗന്ദര്യം കണ്ട് അവിടെയുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഭ്രമിച്ചു. അവർക്കൊക്കെ വളരെയധികം ആഗ്രഹം തോന്നിയതാണ്, ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടണം. ഭഗവാൻ അത് മനസ്സിൽ കണ്ടു. ഭഗവാൻ അവരോട് പറഞ്ഞു അത്രേ, അടുത്ത ദ്വാപര യുഗത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യമൊക്കെ സാധിച്ചു തരാം. അന്ന് മനസ്സിൽ ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരൊക്കെയാണത്രേ അടുത്ത ദ്വാപര യുഗത്തിൽ ഗോപികമാരായിട്ട് അമ്പാടിയിൽ ജനിച്ചത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓരോ ജന്മങ്ങളിലും നമ്മളെടുക്കുന്ന അതിൻ്റെ കർമ്മങ്ങളിൽ അതിൻ്റെ ഫലങ്ങളൊക്കെ അടുത്ത ജന്മമായിട്ടൊക്കെ നമ്മൾ അനുഭവിക്കും. കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു തരാനുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ മെതിയടിയുടെ കാര്യം. അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഭഗവാൻ വൈകുണ്ഠത്തിൽ കിടക്കാൻ പോകുമ്പോൾ, യോഗനിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ എന്തു ചെയ്യും? മെതിയടി പുറത്തു വയ്ക്കും. ശംഖ്, ചക്രം, ഗദ, പത്മം, ഈ വിഭൂതികളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഏതൊരു ശംഖ്, ചക്രം, ഗദ, പത്മത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ശയിക്കുക. മെതിയടി പുറത്താണ്. അപ്പോൾ മെതിയടിക്കൊരു പരിഭവം, ഭഗവാൻ ഇന്നെ എന്താ ഇങ്ങനെ പുറത്തു വയ്ക്കണം, എന്നെ അടുത്ത് വെച്ചൂടെ, എന്നെ ഒരു ഭ്രഷ്ട് കൽപ്പിക്കണോ, ഒരു ജാതീയത മാതിരി പുറത്ത് നിർത്തണം, എന്നെ അകത്തേക്ക് കയറ്റിക്കൂടെ? അപ്പോൾ ഭഗവാൻ മെതിയടിയോട് പറഞ്ഞു അത്രേ, ഞാൻ ത്രേതായുഗത്തിൽ രാമനായിട്ട് അവതരിക്കുമ്പോൾ നിനക്ക് വേണ്ട എല്ലാ ഇതും ബഹുമാനവും ആദരവും നിനക്ക് കിട്ടുന്നു, പോരേന്ന്. അതാണത്രേ ത്രേതായുഗത്തിൽ ഭരതൻ മെതിയടി സിംഹാസനത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് 14 വർഷം രാജ്യം ഭരിച്ചത്. ഭരതൻ താഴെ ഇരുന്നു, ആ മെതിയടി സിംഹാസനത്തിന് മുകളിൽ വെച്ചു. അപ്പോൾ ആരാ ഭരതൻ? ശംഖ്. നോക്കണം, ശംഖ് പിന്നീട് അടുത്ത ജന്മം ഭരതനായിട്ട് മാറി. ആ ശംഖ് ഈ മെതിയടിയെ കൊണ്ടുവന്ന് പൂജിച്ചു എന്നാണ്. അപ്പോൾ ചെയ്ത കർമ്മഫലം അതിങ്ങനെ ശംഖായാലും ഏതായാലും വിഭൂതിയായാലും ഒക്കെ ഫലമായിട്ട് അനുഭവിച്ചേ പറ്റൂ. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ ജാതക പൂജ ചെയ്തു, പറയുമ്പോൾ നമ്മൾ ചെയ്തു, പരീക്ഷിച്ച് നോക്കി എന്ന് മാത്രം. ഇനി അതിൻ്റെ ഫലം എന്തായി എന്നുള്ളത് ഇനിയുള്ള അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ഇനി നോക്കട്ടെ, അപ്പോൾ മനസ്സിലാവില്ല എന്താണ് ഫലം മാറിയോ ഫലം മാറിയില്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ മനസ്സിലാവും.
ഏതായാലും ഇവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, കർമ്മഫലം മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ കർമ്മഫലം രാമസായകം ഏറ്റ് മരിക്കുകയാണെങ്കിൽ ഞാനതിന് സ്വീകരിക്കും. എനിക്ക് അങ്ങയുടെ മാതിരി ഭയമൊന്നുമില്ല. അതാണ് അതിലെ എന്താ പറയുക, പരോക്ഷമായിട്ട് രാവണൻ മാരീചനോട് പറയുന്നത്. അങ്ങേക്കല്ലേ ഭയം, മൃത്യുഭയം, അങ്ങല്ലേ ഓടിയത് രാമബാണത്തെ പേടിച്ചിട്ട്. എനിക്ക് അങ്ങനത്തെ ഭയമൊന്നുമില്ല. വിധി അതാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ആ വിധി സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് എൻ്റെ യോഗം എന്ന് വെച്ചാൽ അത് നടക്കും. അതിന് പരിഭ്രമിച്ചിട്ടെന്താ കാര്യം എന്ന് രാവണൻ മാരീചനോട് അങ്ങോട്ട് ചോദിച്ചു എന്നാണ്. അവസാനം വീണ്ടും മാരീചൻ പറഞ്ഞു നോക്കിയത്രേ, രാവണ, നിൻ്റെ നടപ്പ് ശരിയല്ല, നിൻ്റെ ബുദ്ധി ശരിയല്ല, രാമൻ്റെ അടുത്തേക്ക് ധിക്കരിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കാൻ നോക്കിയപ്പോൾ രാവണൻ വിട്ടുകൊടുത്തില്ല. കുറേ പറഞ്ഞു നോക്കി രാവണൻ. മാരീചൻ്റെ മനസ്സ് മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് രാവണൻ പറഞ്ഞത്, എന്ത്? ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചതു മാരീചനും, നന്നല്ല, ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൽ. മാരീചനോട് പറഞ്ഞു. ഭാവങ്ങട് മാറിയെന്ന രാവണൻ്റെ. ഇനിയും പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ വാൾക്ക് ഊണാക്കും എന്നാ പറഞ്ഞത്. നല്ലൊരു സദ്യ എൻ്റെ വാളിന് ഞാൻ കൊടുക്കുന്നു. എന്താ സദ്യ? മാരീചൻ്റെ തല. എന്നുവെച്ചാൽ ഈ വാള് കൊണ്ട് തല വെട്ടുന്ന രാവണൻ പറഞ്ഞത്. മാരീചനെ കൊല്ലുന്നു. ഇത് കേട്ടപ്പോൾ മാരീചൻ പറഞ്ഞു, ദുഷ്ടനായ നിൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ശിഷ്ടനായ ഭഗവാൻ രാമചന്ദ്രൻ്റെ കൈകൾ കൊണ്ട് മരിക്കുന്നതാണ്. എന്നാൽ എനിക്ക് മുക്തി വരും. നിൻ്റെ കൈ കൊണ്ട് മരിച്ചാൽ മുക്തി കിട്ടില്ല. ആ പിതൃലോകത്തിൽ കിടക്കേണ്ടി വരും, കാലാകാലം നരകയാതന അനുഭവിക്കേണ്ടി വരും. ഭഗവാന്റെ കൈകൾ കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ പിന്നെ ഒരു സംശയവുമില്ല, മോക്ഷമാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. നിൻ്റെ കാര്യം ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് മാരീചൻ വേഗം രാവണൻ പറഞ്ഞത് അനുസരിച്ചു എന്നാണ്. എന്നിട്ട് മാരീചൻ എന്ത് ചെയ്തു? മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത് മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടിക്കാട്ടിലുൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. പറഞ്ഞതുപോലെ മനോഹരമായ ഒരു പൊന്മാനായിട്ട് മാരീചൻ രൂപം മാറി. എന്നിട്ട് പൊന്മാനായിട്ട് പഞ്ചവടിയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആ ആശ്രമത്തിൻ്റെ സമീപം എത്തിച്ചേർന്നു. ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ. രാവണ വിജേഷിതം അറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്തു. അത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആദ്യം അറിഞ്ഞു. എന്ത്? പൊന്മാനായിട്ട് മാരീചൻ വരുമെന്നും സീതയെ ആകർഷിക്കുമെന്നും സീതയെ തന്നിൽ നിന്നും അകറ്റുമെന്നും രാമനെ തന്നിൽ നിന്നും അകറ്റുമെന്നും ഒക്കെ സീതയോട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമാണ്. സീതയോട് ഭഗവാൻ പറയാണ് രഹസ്യമായിട്ട്, ലക്ഷ്മണൻ പോലും കേൾക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? കാന്തേ കേൾ നീ കേൾക്കുക, രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും
അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ, മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യീ, രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലോരാണ്ടിരുന്നീടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. ഇതാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്. എന്തൊരു സ്നേഹത്തോടു കൂടിയിട്ടാണ് പറയുന്നത് എന്ന് നോക്കൂ. സീതേ, രാവണൻ ഇപ്പോൾ വരും, അതുകൊണ്ട് നീ അഗ്നിയിൽ മറഞ്ഞ് ഇരിക്കണം എന്ന് പറഞ്ഞ് അഗ്നിയിൽ ഒളിച്ചിരിക്കാനാണ് സീതയോട് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ വാക്ക് കേട്ട് സീത മായാസീതയെ പർണശാലയിലാക്കി വന്യമണ്ഡലത്തിൽ സീത ഒളിച്ചിരുന്നു എന്നാണ്. ഇവിടെ ഒരു തത്വമുണ്ട്. നമ്മളൊക്കെയും ജീവാത്മാക്കളാണ്. ജീവാത്മാക്കളായ നമ്മളൊക്കെയും വന്നിയിൽ നിന്നും വന്നവരാണ്. അഗ്നിയിൽ നിന്നുമാണ് നമ്മൾ വന്നത്. രം എന്ന ആഗ്നേയ ഊർജത്തിൽ നിന്നാണ് ആ ബീജവും അണ്ടവും സങ്കലനമായിട്ട് നമ്മൾ ഒരു ശിശുവായിട്ട് ഗർഭപാത്രത്തിൽ വന്ന് കിടക്കുന്നത്. 10 മാസം ആ അമ്മയുടെ ആ ഊർജം അമ്മയിലൂടെ നമ്മൾ സ്വീകരിച്ചു. അവസാനം അത് അണ്ടമായി. ആ അണ്ടം വളർന്ന് അംഗങ്ങളൊക്കെ കുറേശ്ശെ വന്നു. അങ്ങനെ ആ പുക്കിൾ കൊടിയിലൂടെ അമ്മയിൽ നിന്നും പ്രകൃതിയുടെ ഊർജം ആ ഗർഭസ്ഥ ശിശു സ്വായത്തമാക്കുകയാണ്. അതുവരെ സാത്വികമാണ് ആ ഗർഭസ്ഥ ശിശു. ദുഷ്ടചിന്തകളൊന്നുമേയില്ല, നല്ല ചിന്തകൾ മാത്രമേയുള്ളൂ. അതൊരു സ്കാൻ ചെയ്താൽ കാണില്ല. ആണാണോ പെണ്ണാണോ സ്കാൻ ചെയ്താൽ അറിയാം. ആ കുട്ടി ചിന്തിക്കുന്നതെന്ത് എന്നത് കണ്ടുപിടിക്കാൻ ഒരു സ്കാനിങ്ങിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 10 മാസം കഴിഞ്ഞു പ്രസവിച്ചു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം മുതലായ ദശകളിലൂടെ കടന്ന് അവസാനം നമ്മൾ എവിടെ നിന്നാണോ വന്നത് അതേ ഊർജത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ആ അഗ്നിയിലേക്ക് പോകുന്നു. അതാണ് ചിതാഗ്നി. അവിടെയും അഗ്നിയാണ് സാക്ഷി. മരിച്ചു കിടക്കുമ്പോൾ തലയ്ക്കും ഭാഗത്ത് നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നു. അഗ്നിയാണത്. ആ അഗ്നിയെ സാക്ഷിയായി ജീവൻ പോയി. ആ ശവം അവിടെ കിടക്കുന്നു. ഒടുവിൽ ആ ശവവും ഇവിടെ ചെന്ന് ലയിക്കുന്നു. സീതയെപ്പോലെ അഗ്നിയിൽ ചെന്ന് ലയിക്കുന്നു. പിന്നീട് ആ അഗ്നിയിൽ നിന്നും, ആ ആഗ്നേയ ഊർജത്തിൽ നിന്നും അടുത്ത ജന്മം വീണ്ടും സ്ഫുരിക്കുന്നു. ഏതോ ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഏതോ ഒരു ബീജത്തിൻ്റെ ഏതോ ഒരു അണ്ടത്തിൻ്റെ സമ്മേളന ഫലമായിട്ട് അണ്ടമായി ഗർഭപാത്രത്തിൽ ചെന്ന് ചേരുന്നു. ആ കർമ്മഫലത്തിൻ്റെ സ്വാധീനം കാരണം നമ്മൾ ഏത് യോനിയിൽ ചെന്ന് ചേരുന്നു എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു. അതിനനുസരിച്ച് നാം ഓരോ ജീവയോനികളിൽ ചെന്ന് ചേരുന്നു. പുഴുവാവാം, പഴുതാരയാവാം, പുലിയാവാം, പൂച്ചയാവാം, മനുഷ്യനാവാം. ഉത്കൃഷ്ടമായ ഒരു യോനി അത് മനുഷ്യനാണ്. മനുഷ്യനെ വിചാരിക്കാൻ കഴിയുന്നുള്ളൂ, മനുഷ്യനെ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ, മനുഷ്യനെ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് അല്ലയോ ഭക്തജനങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ സീത പരിത്യാഗത്തിൽ നിന്ന്, സീത അന്തർധാനം ചെയ്തതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നാം എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോവേണ്ടവരാണ്. അതുകൊണ്ട് ഇടിമിന്നൽ പോലെ ക്ഷണികമായ വന്യസന്തപ്ത ലോകസ്ഥാന്തു ബിന്ദുന സന്നിഭം ആയ ഈ മനുഷ്യ ജീവിതത്തിൽ കർമ്മങ്ങൾ പരിശുദ്ധമായി വയ്ക്കുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഭഗവാനെ മനസ്സിൽ കണ്ട്
ആ നാമവും ജപിച്ച് നമ്മുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാക്കി മാറ്റുക. ഓരോ ദശകളിലൂടെയും നമ്മൾ മുന്നോട്ട് പോവുക. ഇതൊരു തീർത്ഥയാത്രയാക്കി മാറ്റി അവസാനം ആ മോക്ഷത്തിലേക്ക് ചെന്ന് ചേരുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഭഗവാൻ നമ്മളെ എല്ലാവരുടെയും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.